ദൈവസഭ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ മോസസ് കുടുംബം, അതുപോലെ തന്നെ സഭാ മക്കൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഈ രാത്രി രേഖപ്പെടുത്തുന്നു. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ സ്നേഹിതനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ബാലരാമപുരം സെൻറ്ററിൽ ചുമതല വഹിക്കുന്ന ശോഭൻ രാജ് അവരുകളെ ഓർക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സത്യാസ് പാസ്റ്റർ ഓർക്കുന്നു. ദീർഘപതിറ്റാണ്ടായി സുവിശേഷ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും എൻ്റെ സഹോദരനും ആയിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനവധി സ്റ്റേജുകളിലും ദൈവവേലയിലും ദീർഘവർഷങ്ങളായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഈ രാത്രി ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷം. നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ സന്തോഷിക്കുന്ന നമ്മുടെ നല്ല ഗായകർ, അവർ ഗായകർ മാത്രമല്ല നല്ല സുവിശേഷ പ്രസംഗകർ കൂടിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ അവരും അനവധി സ്ഥലത്ത് യേശുപ്പച്ചനെ ഉയർത്തുവാൻ ദൈവ കൃപ കൊടുക്കട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ അകത്തും പുറത്തുമായിരിക്കുന്നു. അമ്പൂരി മറ്റ് സ്ഥലങ്ങളിൽ വന്ന വേലക്കാർ അനവധി പേരായിരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ കർത്തൃദാസൻ വിളിക്കുകയും കൃപയാൽ തക്ക സമയത്തെത്തുവാനും ഇടയായി. ഇന്ന് രാത്രിയും നാളെ രാത്രിയും കർത്താവിൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള അന്ത്യകാല പ്രഭാഷങ്ങൾ, തമിഴ്നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും ഇന്ന് 2 നാൾക്കളിലും നല്ല ചെയ്തി കൂട്ടങ്ങൾ പേശകൃതായിരിക്കും. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവുമായിരിക്കും പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെപ്പറ്റി കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് റഷ്യ ഉക്രൈൻ, ഇന്ത്യ പാകിസ്ഥാൻ, ഇസ്രയേൽ ഹമാസ്, ഇതായിരിക്കും രാത്രി പ്രതിപാദിക്കുന്നത്. നാളെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങും. ഇന്ന് രാത്രി 10 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. 7 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയിലേക്കോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കാണിക്കു കൊടുക്കും. 3 വാക്യങ്ങൾ വായിക്കും. ഒരുമിച്ച് ഞങ്ങൾ പാട്ടുപാടി സമർപ്പണത്തോടെ ആയിരിക്കും ഈ രാത്രി യോഗം അവസാനിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ഒരിക്കൽ കൂടി താഴ്ത്തുന്നു. യോഗത്തിൻ്റെ ആശീർവാദം ചൊല്ലിയതിന് ശേഷം ആർക്കെങ്കിലും രോഗികളോ അത്യാവശ്യമുള്ളവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തായാലും അവസാനം നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. അതുകൂടാതെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വേലക്കാർ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി എന്താ സുവിശേഷ മഹായോഗം? പലരും വിചാരിക്കും ചിറ്റാർ ദൈവസഭയിൽ മോസസ് പാസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും അല്പം തൊട്ട് കിട്ടിയത് കൊണ്ട്, തമിഴ് ഭാഷ തൊട്ട് കിട്ടിയത് കൊണ്ടാണ് സുവിശേഷ മഹായോഗം. അതല്ല സുവിശേഷ മഹായോഗം. സുവിശേഷ മഹായോഗത്തിന് 5 പ്രസക്തിയുണ്ട്. 1, ചിറ്റാറിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാന്തൻ്റെ വരവിങ്കൽ ഈ മക്കൾ എടുക്കപ്പെടണം. 3, നമ്മുടെ ഭവനങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സകല കുടുംബങ്ങളും ഈ കൺവെൻഷനാൽ അനുഗ്രഹിക്കപ്പെടണം. 4, ചിറ്റാർ, കടയാലുമോട്, അതിനോടനുബന്ധിച്ച് വരുന്ന കളിയൽ, ഈ ദേശങ്ങൾ, പട്ടണങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. 5, ചിറ്റാർ ഷാരോൺ ഫെലോഷിപ്പിൽ മാത്രമല്ല ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ഇവിടുത്തെ ദൈവസഭകളിൽ 2025 ഈ കൺവെൻഷൻ മൂലം ചില കുഞ്ഞുങ്ങൾ കൂടി മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. Everyone open your Bible in this evening. We are going Book of Revelation chapter 1 verse 3. இந்த കൈകളിൽ ഇരിക്കുന്ന അരുമയാണ് വേദം. വിശുദ്ധ വെളിപ്പാട് യോവാൻ അപ്പോസ്തലൻ പത്മോസിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ വെളിപ്പാട് ദീർഘദർശിൻ കടിതം അധികാരം 1 വസനത്തെ വാസിക്കരുത് 3. മലയാളം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ദൈവസന്ധിയിൽ വായിക്കും. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ, എല്ലാവരും ബൈബിൾ തുറക്കണം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രിയും സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ടൈം ഈസ് കം നൗ. എന്തുകൊണ്ട്? സമയമടുത്തു. അതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്ന. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹല്ലേലൂയ ഹൃദയങ്ങളെ സമർപ്പിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങിയിട്ടുണ്ട്. എവിടെ ദൈവകുഞ്ഞുങ്ങൾ മുട്ടുമടക്കിയിട്ടുണ്ട് അവിടെ പാരമ്പര്യത്തിന്റെ കോട്ടകൾ തകർന്നിട്ടുണ്ട്. ദൈവജനം എവിടെ നിലവിളിച്ചിട്ടുണ്ട്
പ്രമാണിമാർ ദൈവത്തെ കാണുവാനിടയായി. ഇന്ന് രാത്രി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടത് പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. രാത്രിയിൽ അവരെ ഇരുട്ടിനകത്ത് കാരാഗ്രഹത്തിനകത്ത് തായെ തകർപ്പരെ അങ്ങ് വെട്ടമേ കടയാതെ അതിനോടനുബന്ധിച്ച് വീണ്ടും ഒരു കാര്യം, അവരുടെ കാലുകൾ ചെങ്ങലയ്ക്കകത്ത് ബന്ധിച്ചു വെച്ചിരിക്കുക. ശരീരം മുഴുവൻ അവർ കടിയേറ്റ പാടുകളാണ് ഉള്ളത്. എന്നാലും രാത്രിയിൽ അവരുടെ നാവ് സ്വതന്ത്രമായിരുന്നു. ഇന്ന് രാത്രി നാവ് തുറന്ന് നീ ദൈവത്തെ ആരാധിക്കുവാൻ തുനിഞ്ഞ ഇന്ന് രാത്രി നിന്റെ കാലുകളെ കെട്ടിയ ചങ്ങലകളെ തകർക്കുക. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സാഹചര്യം നിനക്കെതിരെ നിൽക്കും, പ്രതികൂലങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കും. നീ പുറത്തു വരത്തില്ലെന്ന് തൊട്ട പിശാച് പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണ, ഞാൻ ആരാധനയുടെ ധ്വനി എൻ്റെ നാവിൽ നിന്ന് മുഴങ്ങിയ ഇന്ന് രാത്രി എൻ്റെ കാലുകളെ കെട്ടിയ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റുക. കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി ആണ്ടവരിൻ വല്ലമായി ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 2ാമത്തെ സംഭവം, അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി തീർന്നു. ചിറ്റാറിനകത്ത് നാളുകളായി ദൈവജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാതെ ദുഷ്ടപിശാച് ബന്ധിച്ചിരിക്കുന്ന പാരമ്പര്യത്തിന്റെ മതിലുകൾ 2025 കൺവെൻഷനകത്ത് അങ്ങ് മാറ്റുന്നതിനായി നന്ദി. 3 ദൈവ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി ആരാധിച്ചു. കാരാഗ്രഹ പ്രമാണിക്ക് ഉറക്കമില്ല. അവൻ വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? എന്താ പറഞ്ഞ? കുഞ്ഞുങ്ങൾ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചിറ്റാറിനോട് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുകൾ മൂട. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്തവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുമ്പോ ഇന്ന് രാത്രി ഹല്ലേലൂയ സാറാവുകളുടെ ചിറകടിയുടെ ശബ്ദം ഈ ചിറ്റാറിൽ വെളിപ്പെടുമ്പോ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറട്ടെ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അരുമயான കൈതൽ ചെയ്തി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന ദൈവസഭ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ കാക്കപ്പെടട്ടെ. എന്ന് രാത്രി കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ഇവനും അബ്രഹാമിന്റെ പൈതൽ എന്നീ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ചില കുടുംബങ്ങളിൽ ശാശ്വത സമാധാനവും ശാന്തിയും വരുക. നാഥന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കടന്നു വന്ന അരുമயான പിള്ളകൾ, അവർ കുടുംബങ്ങളെല്ലാം എന്റെ ദൈവത്താൽ കാക്കപ്പെടുന്ന പ്രിയ പിതാവേ, ഞായറാഴ്ച രാത്രി യോഗം അവസാനിക്കുന്നത് വരെ ഒരു കാറ്റോ മഴയോ ഇവിടെ വരാതെ ഹല്ലേലൂയ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്വർഗത്തിന്റെ കോട ഇതിനകത്ത് നിവർത്തുന്നതിനായി നന്ദി. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ ചിറ്റാറിനകത്ത് ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ആദിയോടെന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ഒരു രാത്രി വചനവുമായി അടിയൻ നിൽക്കുന്നു. പൊരുളുകൾ തിരിക്കുക. അത്ഭുതം തിരുമേനി ചെയ്യുക. വാതിലുകളെ തുറന്നെന്ന് രാത്രി അനുഗ്രഹിക്കുക. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമൈ. ഉത്സാഹത്തോടെ കർത്തർക്ക് മഹിമൈ. നല്ല സന്തോഷത്തോടെ ആണ്ടവർക്ക് മഹിമൈ ഈ രാത്രിയാണ്. ഇനി എല്ലാവരും ബൈബിളിലേക്ക് വളരെ താഴ്മയോടെ, കറക്റ്റ് സമയം കർത്തൃദാസന്മാർ തന്നിട്ടുണ്ട്. വളരെ താഴ്മയോടെ ഉലകത്തിൻ മുഴുവൻ കടേശക്കാല ചെയ്തികൾ. ഇന്ന് രാത്രി നമ്മ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ പുസ്തകങ്ങൾ, പുതിയ നിയമ ഗ്രന്ഥങ്ങൾ 27 പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത്. പുതിയ നിയമത്തിനകത്ത് 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ 5 പട്ടിക. ഒന്നാമത്തെ ശ്രേണി സുവിശേഷം. സുവിശേഷം 4 എഴുത്തുകാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. സുവിശേഷത്തിന്റെ കാലികമായ പ്രസക്തി 5 കാര്യങ്ങൾ. 1 നാഥന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5ാമത്തെ കാര്യം ഇപ്പം പെന്തിക്കോസ്തുകാരധികം പറയുന്നില്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവിടെ കുഞ്ഞുങ്ങൾ ചങ്ക് കയറി പാടുന്നു, അവൻ തൻ്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. സ്വോത്രം. അതിനുവേണ്ടി ലോകം കാത്തിരിക്കുന്നു. അതാ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 2ാമത്തെ തലം സഭയുടെ
ചരിത്രം, അപ്പോസ്തല പ്രവർത്തികൾ, ദൈവസഭയുടെ ഉൽപ്രാപണം വരെയുള്ള കാര്യങ്ങൾ, സഭയുടെ ഹല്ലേലൂയ ആദിമ സഭയുടെ സകല ചരടുകളും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ തലമ ദൈവസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ, അതാ രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുമാനിരിക്കുന്ന നിത്യത. റോമയും കോരിന്തി തെസലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യ ലേഖനമെല്ലാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ ഉലകം അവസാനിക്കും. ഒരുവൻ ഉലകത്തെ പിടിക്കുവാൻ വരും. ലോകത്തിന് എന്ത് സംഭവിക്കും? അടക്കമിട്ട് നിർത്തിയിരിക്കുന്നത് ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും, ഫിലോമോൻ, യാക്കോബ്, യൂദ അവസാനം ഇങ്ങനെ പാടിയിരിക്കുന്നു. എന്താ പാടി? ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் மேடையில் உட்கார்ந்து அருமையான வாலிப குழுவினார் இந்த நாட்களில் உண்மையான பாடல் கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനു കോടി ദൂതന്മാരുമായി. അതിന്റെ കീഴെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപം, കത്തിക്കുത്ത്, കഞ്ചാവ്, അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകന് ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അത് പറഞ്ഞപ്പം പെതികോസാർക്ക് ആർക്കും സന്തോഷമില്ലല്ലോ. നിങ്ങൾ ആരും കവല കൂടാതെ തായ തകർപ്പരെ തമ്പി തങ്കച്ചി അരുമയാണ് കർത്തൻ വെള്ള സിംഹാസനത്തിൽ ഉட்காருது. മുന്നാടി നിങ്ക വിളിക്കാതെ നമ്പർ 1 വിളിക്കത് ഞങ്ങളെപ്പോലുള്ള ഊളിയക്കാരൻ നാട്ടിക്ക് പ്രസംഗിച്ച് കവർ മേടിക്കുന്ന സകല ഊളിയക്കാരെ കർത്താവ് ന്യായം വിധിക്കും. രണ്ടാമത് പ്രസ്ഥാനത്തിന് തലമൈ ബോധകരൻ ന്യായം വിധിക്കും. മൂന്നാമത് സെൻട്രൽ ആവിക്കുറിയ ഊളിയക്കാരെ വിളിക്കും. നാലാമത് ലോക്കൽക്കാരെ വിളിക്കും. അഞ്ചാമത് കുഞ്ഞമ്മ സഹോദരി അവറാച്ചാനെ വിളിക്കത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ആദ്യം ഞങ്ങളെയാണ് കൂട്ടിനകത്ത് കയറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും യൂദ എഴുതിയിട്ടുണ്ട്, വീഴാതിരിപ്പാൻ. ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടം. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ആകാശത്തിന്റെ മണ്ഡലങ്ങൾ, സാമ്പത്തിക മണ്ഡലങ്ങൾ നല്ലതുപോലെ കുതിച്ചുയരുമ്പോൾ 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. അതിനുശേഷം ഇപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നു, എന്ത് പറയുന്നു? ഈ 2025 കൺവെൻഷൻ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചപ്പോൾ 2025 ഇപ്പോൾ ചൈനയിൽ നടത്തവൻ വന്ന HMPV കോവിഡിന്റെ മറ്റൊരു വകഭേദം. അപ്പോൾ തന്നെ ഇന്ന് കേരളത്തിൽ കോഴിക്കോട് നിപ്പ, അത് കഴിഞ്ഞ് വെസ്റ്റ് നൈൽ പനി, നെയ്യാറ്റിൻകര പക്കത്ത് അമീബ, മസ്തിഷ്ക ജ്വരം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയും മഹാവ്യാധികൾ വരുന്നു. അതിനോടനുബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സംഭവം, അമേരിക്കയുടെ മൈക്രോസോഫ്റ്റിന്റെ തലവനായ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുക 2029 കോവിഡിന്റെ 10ാം വർഷം പുതിയ മഹാവ്യാധി വരുമെന്ന്. അത് കണ്ടിട്ട് അമേരിക്കന്റെ പ്രസിഡന്റിന് കലിയിളകി. അദ്ദേഹം പറഞ്ഞു, അല്ലേ തന്നെ അദ്ദേഹത്തിന് തലയ്ക്ക് അത്രയും ലെവലില്ല. അദ്ദേഹം പറഞ്ഞ്, ഞാൻ WHO ഇറങ്ങാൻ പോവാ, എൻ്റെ മരുന്നിനും ട്രിപ്പിനും സൂചിക്കും പൈസയില്ല. സ്വത്രം. അത് കേട്ട് അരുமையான இந்தியாவின் முதலமைச்சர் மோடி സാറിന്റെ നാൾക്കല്ലേ കേൾവിപ്പെട്ടിരിക്കുന്നത്, ഞാനും ഇനി WHO ഇല്ല, ആന്റി ക്രൈസ്റ്റ് വരാൻ വഴിയായി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അങ്ങനെയെങ്കിൽ ഇനിയും തമിഴ്നാട്ടിൽ இந்த தமிழ் மக்கள் கேட்கிறது, பேங்க் பூட்டான் சாத்தியதை இருக்குது, வண்டி கிட்டான் சாத்தியதை இருக்குது, அது மருத்துவமனை எல்லாம் அடைச்சிருக்குது. இங்க நாள்களில் இனியும் இது சம்பவங்கள் வராதிருப்பார். அப்ப ഞങ്ങളെ പോലുള്ള വേല കഴിഞ്ഞ ഉപദേശിമാർ വചനം വിട്ടു പോകാൻ സാധ്യത. മറിയാമയും ചിന്നമ്മയും വീണ്ടും തൊഴിലുറപ്പൊക്കെ പോകാൻ സാധ്യത. അതൊക്കെ താൻ കണ്ടിട്ട് യൂദ இந்த மாதிரி பேசியிருக்குது. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ இந்த நல்செய்தி கூட்டங்கள் 2வது രാത്രി ഉണ്മயான ദേവനെ നോക്കി ഇങ്ങനെ சொல்கிறது, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. അവർക്ക് താൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ കടസിക്കാലത്തിന്റെ അവസാന പക്കത്തിൽ എഴുതിയിരിക്കുന്നു, എന്ന് രാത്രി ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, കളിയലിൽ കള്ള് കുടിക്കുന്നവൻ കള്ള് കുടിക്കട്ടെ, കോതയാറിൽ വെടിവെക്കാൻ പോകുന്നത് വെടിവെക്കട്ടെ. എന്നാൽ ദൈവമക്കൾ മുട്ടുമടക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ നല്ല ടൈമേ കിടച്ചിരിക്കുന്നത്. അതൊക്കെ താൻ ശ്രദ്ധയോടെ 7:30 കാൽവറിയിലെ ക്രൂശീകരണം, 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കാന്തൻ പരമയാഗമായി. ഇതാ ലോകത്തിൻ പാപത്തെ ചുമക്കുന്ന ദേവ ആട്ടിൻകുട്ടി. മനസ്സിലാകുന്നവർക്കായി സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണരാൻ സൗഖ്യം. ആ കാലഘട്ടത്തിന് ശേഷം എല്ലാവരും വളരെ ഗഗനമായി നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ഗഗനത്തോട്. അന്നത്തെ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു പറഞ്ഞു തരാം. ഹേരോദാവും പീലാത്തോസും പടപട ഭരണാധികാരികൾ മാറി. ശ്രദ്ധയോടെ ഇരിക്കണം. പുറകെ വന്ന ഭരണാധികാരികൾ ബൈബിളും ചരിത്രവും
വെസ്പേഷ്യൻ, റോമാനഗരം ചുട്ടരിച്ച നീറോ, യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, ക്ലൗഡിയോസ്, അത് കഴിഞ്ഞ് 90 കാലഘട്ടം AD വരുന്ന ഒരുവനാ ഡൊമേഷൻ. ആ കാലഘട്ടത്തിൽ പുസ്തകമെടുത്ത അരുമയാണ് ഊழிയക്കാർക്ക് എന്നാ കൊടുത്ത് இந்த குமரி மாவட்டத்தில் பேசிருக்கிறது ஆசீர்வாதம் அல்ல அந்த கிடைச்சிருக்குது. தாயை தகர்ப்பரை அந்த காலங்களில் தேவன் மகிமை எடுத்த வல்லமையுடைய സത്യ സുവിശേഷത്തെ പറഞ്ഞ മക്കൾ. ആദ്യത്തവനാ സ്തേഫാനോസ്, അവനെ കല്ലെറിഞ്ഞ് പടപടാ കൊന്നത്. നമ്മ കളിക്കാവിളയിലോ മറ്റോ അങ്ങാണ്ട് പാവപ്പെട്ടവൻ പരശുഖത്തിൽ പ്രസംഗിക്കുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ വന്നിട്ട് പടപടാ കല്ലെറിഞ്ഞു. അന്ത അരുമയാണ് ഊഴിയക്കാരൻ സ്തേഫാനോസ് കീഴ വീഴ്ന്നിരിക്കുന്നത്. അവൻ പ്രാണന്റെ ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ പോകും. എന്നാൽ അവസാനം അവൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ച. മലയാളം, നീ ഓടിയതിനും അധ്വാനിച്ചതിന് പ്രതിഫലം അവിടെയുണ്ട് എന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന അപ്പച്ച അമ്മച്ചി, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദുഷ്ടന്റെ മരണം യഹോവ വെറുക്കുന്നു. അതുകൊണ്ട് സ്തേഫാനോസ് കണ്ണുയർത്തിയപ്പോൾ സ്വർഗം കാണിച്ചു, മോനെ, എത്ര എറി കൊണ്ടാലും നിനക്ക് ഇവിടെ ഭവനമുണ്ട്. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്കുണ്ടെന്ന് സ്തേഫാനോസിനെ കാണിക്കുന്നു. രണ്ടാമത്, ഇന്നത്തെ സിറിയ, കത്തുന്ന സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. അതിലേക്കൂടെ ആര് പോവാന്നറിയാമോ? നമ്മുടെ ശൗല് പോവാ. പള്ളിപ്രമാണികാർ പൈസ കൊടുത്തിട്ടുണ്ട്. കുമരി മാവട്ടം കളക്ടർക്ക് പത്രിക ഇരിക്കുന്നത്, കീശയിൽ കാശ് ഇരിക്കുന്നത്, AK-47 ഇരിക്കുന്നത്. പോകുന്ന ആരെ കൊല്ലാനാ? അനന്യാസ് ഉപദേശിയെ കൊല്ലുവാൻ. സ്വർഗത്തിന്റെ ഒരു ശബ്ദം ഇറങ്ങി, ഒരു ടോർച്ച് ഇറങ്ങി. ശൗലിനോട് ചോദിച്ചു, ശൗലേ, നീ ആരെയാ ഉപദ്രവിക്കുന്നത്? അങ്ങ് ആരാകുന്ന കർത്തൻ എന്ന് ചോദിച്ചത്. അവൻ താഴെ വീണ്ടുപോയി, അവന്റെ കണ്ണിന്റെ കാഴ്ചയും പോയി. ഇന്ന് നമ്മ കളിയിൽ ചിറ്റാറുള്ള ശൗലുമാർ എന്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ അവരെവിടെ പോ? അരവിന്ദ് കണ്ണാശുപത്രി പോകും. നമ്മ ശൗലുക്ക് നല്ല വിജ്ഞാനമേ കിടച്ചിരിക്കുന്നത്. അവൻ അറിയാം സ്വോത്രം ഇങ്ങനെ ഒന്നും കാര്യം നടക്കത്തില്ല. അവന് കേരള ഭാഷയിൽ ചെന്ന ഒരു 108 ആംബുലൻസ് എടുത്തിരിക്കുന്നത്. അവൻ എവിടെ പോയെന്നറിയാമോ? നേർവീതി തർശോഷുകാരനായ യൂദ വീട്ടുക്ക് പോയി. അങ്ക ഒരു പള്ളിയേ ഇരിക്കുന്നത്. അന്ത പക്കത്തിൽ നിന്ന് അവൻ ജപത്തെ കൊടുക്കുന്നത്. അവന് കാര്യം മനസ്സിലായി, രക്ഷയില്ല. 2 നാൾക്കളായി അവൻ കരയുന്നത്. അവന്റെ കരച്ചിൽ കണ്ട് സ്വർഗത്തും ക്യാമറ ഇറങ്ങി. സ്വർഗം നേരെ അനന്യാസിനെ വിളിച്ചു. അനന്യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യാ, അന്ത ശൗൽ ഇപ്പോൾ ഇരുന്ന് കരയുന്നു. നീ ബജാജ് സ്കൂട്ടർ എടുത്ത് അവൻ്റെ അടുത്ത് പോയി അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് സ്വോത്രം അവൻ്റെ കണ്ണിന് കാഴ്ച ചെതുമ്പലങ്ങ് മാറ്റി കൊടുക്കണം. ശൗലിൻ്റെ കാര്യം അനന്യാസ് കേട്ട ഉടനെ ഞങ്ങളെപ്പോലുള്ള ഊഴിയക്കാർ അനന്യാസ് പറഞ്ഞു, അനന്യാസ് സ്വർഗത്തോട് പറഞ്ഞു, സ്വർഗമേ, ഒരു 6 മാസമെങ്കിലും അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ ചർച്ചയ്ക്കെതിരെ അവൻ പോസ്റ്റ് ഇട്ടിരുന്നത്, നമ്മുടെ ഫ്ലക്സ് എല്ലാം അവ എടുത്തുകൊണ്ട് അടുപ്പിനകത്ത് തീയും പറ്റിച്ചവനെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇത് താൻ ആറ് പേശിയിരിക്കുന്നത്? അനന്യാസ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗം പറഞ്ഞു, അയ്യോ, നീ അതൊന്നും പറയുന്നത് പടപടാ പോണോ. സ്വർഗത്തിന്റെ വാക്ക് കേട്ടു. നാടൻ മലയാളം, ബജാജ് ചേതക്കിനകത്ത് ആര് പോയി? നല്ല അനന്യാസ് പോയി. ദൂരെ ചെന്നപ്പോൾ ശൗലിത കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, കാഴ്ചയില്ല. ചെതുമ്പോൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു വിളി വിളിച്ചു, ശൗലേ, സഹോദര. അപ്പം തന്നെ അവന് പകുതി കാഴ്ച കിട്ടി. സന്തോഷമില്ലല്ലോ സ്വോത്രം. இந்த நாட்கள் ഞങ്ങളെപ്പോലുള്ള ഊഴിയക്കാർ എങ്കിൽ ഒരു അപ്പായിരിക്കുന്നത്, അവർ സൗഖ്യമില്ലാതിരിക്കുമ്പോൾ, നോയായിരിക്കുമ്പോൾ ചെന്നിട്ട് 2 അപ്പാമാർ മരിച്ച കഥ പറയും. പിന്നെ അപ്പാവുക്ക് ശവക്ക് പെട്ടി പേടിച്ചാൽ മതി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അങ്ക மாதிரி செய்யக்கூடாது. எங்கேயோ நோய் இருக்குது, அப்பாயே தாய் இருக்குது. நீங்கள் அங்கே பக்கம் சென்று 2 பேருக்கு கர்த்தன் கொடுத்த விடுதலின் மகிமை சாட்சியம் പറയണം. സ്വോത്രം. இங்கே குஞ்சம்ம சிஸ்டரும் தங்கம்ம சிஸ்டரும் இருக்குது. எங்கேயும் ஒரு ചേച്ചി സുഖമില്ലാതിരിക്കുന്നത്. ഊഴിയത്തുകാർ അവർ പോയി അങ്ങ് ജപത്തെ കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്ററോട് കഴിഞ്ഞ ആഴ്ച 2 പേര് മരിച്ച കഥ പറയും. കുഞ്ഞമ്മ സിസ്റ്ററെ, തങ്കമ്മ സിസ്റ്ററെ, അത് പറയരുത്, ശവപ്പെട്ടി വേണം. അതല്ല, 2 കർത്തൻ പിള്ളകൾക്ക് ദേവൻ കൊടുത്ത വിടുതൽ ചൊല്ലുമ്പോൾ അവരുടെ അകത്താന്തരികമായ സൗഖ്യമുണ്ടാകും. അതാ വചനം. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലതയും. കാഴ്ച കിട്ടിയില്ലെങ്കിൽ അനന്യാസിൻ വാക്ക് കേട്ട ഉടനെ ശൗലിന് ഭയങ്കര സന്തോഷമായി. വിളി എന്തു? അയ്യാ, ശൗലേ, സഹോദര, 2 നാൾക്കൾക്ക് മുമ്പ് കടയാലുമൂട്ടിന്ന് കത്തിയും തോക്കുമായിട്ട് കൊല്ലാൻ വന്ന പുള്ളിയെ ചെന്നിട്ട് അനന്യാസ് വിളിക്കുന്ന, ശൗലേ, സഹോദര, ഇത് താൻ കാൽവറി സിൽവയിലെ കർത്താവ് തൻ പിള്ളക്ക് കൊടുത്ത സ്നേഹം കരത്തെ തൂക്കി എന്ന് രാത്രി അത് താൻ പേശുകരുത്. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ. സ്വോത്രം. അത് കേട്ടപ്പം തന്നെ അവന് ഭയങ്കര സന്തോഷമായി. അനന്യാസ് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. പടപട കണ്ണിലെ ചെതുമ്പല് താഴേക്ക് പതിക്കുവാനിടയായി. കണ്ണിലെ ചെതുമ്പല് താഴേക്ക് പതിച്ചു. കാഴ്ച കിട്ടിയെങ്കിൽ ഇന്ന് കേരളാവ് കുമരി മാവട്ടത്തും അതുമാതിരി തന്നെ. കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഊഴിയക്കാരൻ പക്കത്തെ ഒരു കള്ള ഡോക്ടർ ഇരിക്കുന്നത് തപ്പാണ്. ഉടനെ ചോദിക്കുക, இந்த കണ്ണിന് എത്ര നാൾ കാഴ്ചയില്ലായിരുന്നു? 2 കൊല്ലമായി കാഴ്ച കിടയാതെ. ഉടനെ ചാനലാകെ ലൈവ് ആവും. അന്ത മാതിരി ബൈബിളെ കിടക്കാതെ കാഴ്ച ലഭിച്ചവന് ശൗല് ആദ്യം ഉപദേശം
സ്വദേശി അനന്യാസിനോട് കേട്ട് എന്തോ ചെയ്യണം ഊഴിയക്കാര? അവൻ പറഞ്ഞു, നീ കർത്തനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം. പകയും പിണക്കവും കള്ളും കഞ്ചാവും ഇതെല്ലാം മാറ്റണം. 3, നീ അനുതപിക്കണം. പഴയ കാലങ്ങളിൽ നീ പോയ വഴികൾ മാറണം. 4, നീ ജ്ഞാനസ്നാനം എടുക്കണം. ചിറ്റാറിൽ പോയി പിതാ പുത്ര പരിശുദ്ധ കുമാരൻ നാമത്തിൽ നീ ജ്ഞാനസ്നാനം എടുക്കണം. ജ്ഞാനസ്നാനം എടുത്തിട്ട് പിന്നെ നീ കറങ്ങ നടക്കാതെ ചർച്ചക്കുള്ള വന്ന് കരുത്തെ തട്ടി കർത്തർക്ക് മഹിമൈ കൊടുക്കണം. മഹിമൈ കൊടുക്കുന്ന നീ എന്ത് ചെയ്യണം? ചർച്ചക്കുള്ള വന്ന് കാൽവറിയിൽ അവൻ്റെ ശരീരം എനിക്കായി നുറുക്കപ്പെട്ട് അവൻ രക്തം എനിക്ക് വേണ്ടി ഒഴുകിയെങ്കിൽ തിരുമേശയിൽ പങ്കാളിയാകണം. അത് മാത്രം കൂടാതെ 7ാമതൊരു കാര്യം, ആത്മശക്തിയെ നീ പ്രാപിക്കണം. നിന്നെ ചേർക്കാനാ കാന്തൻ വരുന്നത്. இந்த நாட்களில் அருமையான கூட்டங்கள் குமரி மாவட்டத்தில் நடக்குது. எங்கேயோ தேவன் வல்லமை ஒரு விடுதல் இறங்கி வந்தால் 2 ചാനലുകാരും ബാക്കി എല്ലാവരും കാണും. രക്ഷ പറയാതെ, മാനസാന്തരം പറയാതെ, നിത്യത പറയാതെ, ദേവന്റെ ഹല്ലേലൂയ വചനത്തെ പറയാതെ இந்த மாதிரி தப்பு പറയുന്ന ഊഴിയക്കാർ കുമരി മാവട്ടത്തിലും വന്നിരിക്കുന്നത്. അത്ഭുതം നല്ലത്, അതിശയം നല്ലത്, കണ്ണുക്ക് കാഴ്ച കിട്ടുന്നത് നല്ലത്. പക്ഷേ ദേവൻ കൃപയിൽ നിന്ന് നീ മാറ്റപ്പെട്ടു പോകരുത്. വചനത്തെ ഏറ്റെടുക്കുന്നവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. ഇന്ന് രാത്രി യേശുവിൻ്റെ അപ്പോസ്തലന്മാർ இந்த നാൾകളിലെ ബൈബിൾ ആശീർവാദം അത് തപ്പാൻ പലരും പറയുന്നതാ. പൗലോസിന്റെ അന്ത്യം അവിടെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഓസ്ട്രിയയുടെ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് കിടക്കുകയാണ്. പൗലോസ് കിടക്കുമ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് 2 പട്ടാളക്കാർ വന്നു. അവർ പറഞ്ഞു, നാളെ കാലയിലെ നിങ്ങൾ കൊണ്ടുവരും, ഒരു അരുമയാണ് ചന്ത ഇരിക്കുന്നത് ഓസ്ട്രിയ. ആ ചന്തയിൽ കൊണ്ടുവന്ന് നമ്മ കടയാലും മുട്ടും വെല്ലുക്കുള്ള തടി കണ്ണമായി ഇറക്കുന്നത് പോലെ ഉൻ തലയെ കട്ട് പണ്ണത്. അപ്പോൾ പൗലോസിനൊരു പേടി, മരണമല്ല. അവൻ 2 പിള്ളകൾ ഇരിക്കുന്നത്. അവർ താൻ നല്ല അരുമയാണ് പിള്ളകൾ, സുവിശേഷത്തിന് ഊഴിയക്കാർ. ഒരുവൻ തിമത്തിയോസ്, അവൻ എങ്കയോ തടിക്കാർ കോണത്ത് ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുന്നു. മറ്റവനിരിക്കുന്നു ഒനോമയോസ്, അവൻ തിരുനെൽവേലി പക്കത്തിൽ ഊഴിയத்துக்கு പോയിരിക്കുന്നു. அந்த பிள்ளைகள் மடங்கி வந்து காராகிரகத்தை பார்க்கறது, தங்க தலைமை போதகரை காணக்கூடாது. അവരങ്ങനെ കരയാൻ ഇടയാവും. അപ്പോൾ ഈ പട്ടാളക്കാർ മിണ്ടത്തില്ല. അതുക്കുത്താൻ പൗൽ ഒരു കാര്യം ചെയ്തു. എന്നാ പൗൽ ചെയ്തത്? அங்கே இந்த மாதிரி ஜெயிலுக்குள்ள நல்ல மினரல் வாட்டர் இல்ல, தாயை தகர்ப்பரு, அந்த சிரட்டைக்குள்ள தண்ணி இருக்குது. யாரோ ഉപേക്ഷിച്ചു പോയ ഒരു കരിക്കട്ട അங்கே இருக்குது. അതെടുത്തിട്ട് പൗൽ ഒരു വാക്യം അവിടെ എഴുതി വെച്ചു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നിങ്ങൾ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും എന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പിന്നിക്കോ CSIക്കാർ കേട്ടാട്ടെ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് അവൻ്റെ കഴുത്ത് പടപടാറുക്കുവാൻ തുടങ്ങി. കഴുത്ത് തെറിച്ചു വീണു, നാവ് ചലിച്ചുകൊണ്ടിരുന്നു. പ്രത്യാശയുടെ വാക്ക്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അതിനുശേഷം ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന തോമസ് അപ്പോസ്തലൻ AD 72 മൈലാപ്പൂരിൽ വധിക്കപ്പെട്ടു. ഇന്ന് രാത്രി അതിനോടനുബന്ധിച്ച് യാക്കോബിന്റെ തല വെട്ടിമാറ്റി പത്രോസിനെ നേരെ ക്രൂശിക്കുവാൻ പിടിച്ചു. പത്രോസ് പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവസാനം പത്രോസിനെ തല കീഴായി ക്രൂശിച്ചു. തായെ തകർപ്പര് ഇതെല്ലാം കണ്ട ഒരു ദൈവ മനിതനുണ്ടായിരുന്നു. അവൻ താൻ യോവാൻ അപ്പോസ്തലൻ. AD 64 അവൻ്റെ യാത്ര എങ്ക പോയിരിക്കുന്നത്? അവൻ പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ. അങ്ങെ ആസിയയിലെ 7 സഭകൾ അവൻ പഠിത്തിരിക്കുന്നത്. ഏതാ? എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോ, സർദീസ്, ഫിലാഡൽഫിയ സഭ. ഭരണകൂട மாறி டொமிஷன் அந்த நல்ல முதலமைச்சர் அல்ல, அவன் மனுஷனை கட் பண்ணது முதலமைச்சர் வந்தது. அவன் கேட்டிருக்குது, தச்சன் மகன் ஊழியத்தை செய்த யார் இங்கே இருக்குது? യേശു രക്ഷകൻ എന്ന് അവർ ചൊല്ലക്കൂടാതെ. യോസഫ് മകനായ തച്ചൻ കാർപ്പൻ രാജാരുടെ മകൻ എന്ന് പറഞ്ഞു. അങ്ങനെ യാർ ഇരിക്കുന്നത്? അവൻ കൂടെ ഇരിക്കുന്ന പട്ടാളക്കാർ പറഞ്ഞു, അയ്യാ മിക്കവരെയും കാലപുരി കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, എങ്ക ഇരിക്കുന്നത്? അവർ പറഞ്ഞു, ദാണ്ടേ തുർക്കിയിലെ ഏഷ്യ മൈനർ എഫെസോസ് സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്നത്. എന്നാ വയസ്സ് കിടക്കും? ഒരു 90 മേലെ കാണും. എങ്ക കൊണ്ടുവരാൻ മൂടാതെ. കുമരി മാവട്ടം പറയുന്നത് പോലെ നോ മോർ ട്രയൽ, നോ മോർ ബെയിൽ. അന്ന് കാലത്ത് കോടതി ശിക്ഷയില്ല. അപ്പ അമ്മ അന്ന് താളിയോലകൾ തിരുത്താണി കൊണ്ട് എഴുതി കൊടുത്തു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. കാലയിലെ അവർക്ക് ചർച്ച മുറ്റത്തുക്ക് അരുമയാണ് ജപത്തെ കൊടുക്കുന്നത്. 6 കുതിരകൾ വന്നിരിക്കുന്നത്, 12 പടയാളികൾ വന്നിരിക്കുന്നത്. വയോധികനായ അപ്പാവുക്ക് കേട്ടിരിക്കുന്നത് എന്താ കേട്ടതെന്നറിയാമോ? താങ്കളുടെ ഫൈനൽ ഡേ കൊല്ലാൻ കൊണ്ടുപോവാ. അപ്പാവിടെ ചർച്ചയ്ക്ക് യാരുമേ കിടയാതെ, സെക്രട്ടറി ഇല്ല, യാരും അങ്ക ചർച്ചയ്ക്കില്ല. കൈകാലുകൾ ബന്ധിച്ചു. യോവാൻ അപ്പോസ്തലനെ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തുക്കുള്ള കൊണ്ടുപോയി. തായെ തകർപ്പറയെ അங்கே ഒരു ബെഞ്ചാൽ ഒരു ഡെസ്ക് ഇരിക്കുന്നത്. 6 മണിക്ക് അവരെ കടത്തി കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നത്. 6:30 മണിയായപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോ തെറപ്പി മരുത്വാമല കൊടുക്കുന്നതിന് മുമ്പ് അന്ത ഡോക്ടർ വന്ന് ഞാൻ കറുത്ത പെൻ കൊണ്ട് മാർക്ക് ചെയ്യുന്ന വയോധികനെ മാർക്ക് ചെയ്തു. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. 7 മണിയായപ്പോൾ സൈറൺ മുടങ്ങി.
ഒരു പടയാളി ഇറങ്ങി വന്നു. നമ്മ യേശു ക്രിസ്തുവിൻ ക്രൂശീകരണം നിങ്ങൾ നല്ലതാ ഗവനിച്ചിരിക്കുന്നത്. 156 മുള്ളുള്ള കിരീടം, അത് കഴിഞ്ഞിട്ട് 3 ആണികൾ, 39 ആണികൾ. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അവനെ തകർത്ത് ഒരുവനുണ്ട്. അവൻ താൻ പെരിട്ടോണിയസ്, അവന്റെ അയ്യക്കട്ടയും വാളച്ചൂണ്ടയും. ഇന്ന് രാത്രി മക്കളെ, അവന്റെ കസേര, അവൻ കുടുംബ വീട്ടുകാരൻ ഒരുവൻ താൻ മനുഷ്യ ശരീരത്തെ കീറുന്നത്. 7 മണിക്ക് അവൻ ഇറങ്ങി വന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു. പെതിയെ ഇങ്ങനെ താഴോട്ട് കീറുവാൻ തുടങ്ങി. നമ്മ പെരുമ്പാമ്പ്, കുലശേഖരം അറിയാം, പെരുമ്പാമ്പ് എന്ന മാതിരി ചില പാമ്പൊക്കെ കീറൽ കട്ടിയാലും അത് ഒട്ടിപ്പിടിക്കുന്നു. ശരീരം ഒട്ടിപ്പിടിച്ചു. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കിയ ഈ പടയാളി ഉടവാൾ എടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, കെട്ടഴിച്ചു വിട്ടേക്ക. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കോ, ഊളിയക്കാര കാരാഗ്രഹത്തുള്ള അവനെ സഹായിക്കാൻ യാരുമേ കിടയാതെ അവൻ ടേബിളിനകത്ത് കിടക്കുന്നത്, അവന്റെ തലകളെല്ലാം മറച്ചു വെച്ചിരുന്നു. അതിന്റെ നടുവിലും കാത്തി കയറിയിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ മരിക്കാത്തതെന്ത്? ഇന്ന് രാത്രി പറയണം, അന്ന് വിശുദ്ധ വെളിപ്പാടിൻ ദീർഘദർശിയും കടിതം അവൻ എഴുതിയില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി കിംസിന്റെ വെന്റിലേറ്ററിൽ കിടന്നാല് സിസ്റ്റർ, നിന്നെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് മാനിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അപ്പച്ച, ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് 4ാമത്തെ തലമ, ഒരു സ്റ്റണ്ട് ഇടാൻ പറ്റത്തില്ല. നിംസിലെ ഡോക്ടർ മധു ശ്രീധർ കുഞ്ഞുങ്ങളോട് പറയും ഒരു ശവപ്പെട്ടി മേടിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവന് ഒരു ട്യൂമറിന് തകർക്കുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി നൽസെയ്തി കൂട്ടങ്ങൾ 2ാമത് രാത്രി പറയണ, ക്യാൻസർ അല്ല വലുത്, ട്യൂമർ അല്ല വലുത്. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. ആണ്ടവരൻ മഹിമയുടെ കൺവെൻഷൻ കൂട്ടങ്ങകർത്ത് ഈ രാത്രി ചലിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആരാ നിന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത്? തായെ തകർപ്പരെ തമ്പി തങ്കച്ചി സാധാരണ ദൈവമല്ല. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവ, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ ജയിച്ച ദൈവ, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവ. അവൻ അറിയാതെ ചിറ്റാർ ടൂവൽ എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. കരുത്ത തൂക്കി കർത്തർക്ക് മഹിമ. ഇന്ന് രാത്രി സിസ്റ്റർ വിളിച്ചു പറ, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറിപ്പോകും. ബ്രദർ ഇന്ന് രാത്രി വിളിച്ചു പറ, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങി പോകും. തായെ തകർപ്പറയുന്ന ആൾകൾ വിളിച്ചു പറ, എന്നെ കുടിലിനകത്തുനിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ദയ ഈ രാത്രി വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി உங்க கைகள் இருக்கிற பைபிள் இது குட்டுசன் மாயாவி டிங்கர் நாவல் அல்ல. விசுத்த பைபிளுக்குள்ள 8000 ப்ராமிஸ் இருக்குது. 8000 ப்ராமிஸ் മനസ്സിലാകുന്ന അരുമയാണ് തമിഴ് മക്കൾക്കായി 8000 ப்ராமிஸ் இருக்குது. ഒരു പ്രോമിസ് இந்த കാലേ നൈറ്റൊക്കെ ചൊല്ല. ഇസ്രായേലിന്റെ 1ാമത്തെ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ താൻ ആദ്യ രാജ, അവൻ പേർ സൗൽ. അവൻ കഴുതയെ പാക്കത് പോയിരിക്കുന്നത്. സ്വർഗം അവനെ കണ്ടു. ശമൂവേൽ ദീർഘദർശിൻ പ്രകാരം അവൻ ഇസ്രായേലിന്റെ രാജാവായി. ദൈവത്തിന്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട്. സ്വോത്രം. അവൻ കയ്യിൽ ഒരു കുന്തമേ കിട്ടിയിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ഞങ്ങളുടെ പെന്തിക്കോസുകാരുടെ കൈ കുന്തമല്ല, നാട്ടുകാരെ ആക്ഷേപിക്കാനുള്ള പേനയാ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി എന്താ അതിൻ്റെ സംഭവം എന്നറിയാമോ? ശൗൽ അഭിഷിക്തനായ ദാവീദിന് നേരെ പലപ്പോഴും കുന്തം പറഞ്ഞു. അപ്പോൾ ദാവീദ് കർത്തർക്കിട്ട് കേള്, അവൻ ഫേസ്ബുക്കിൽ എനിക്കെതിരെ പോസ്റ്റ് ഇടുന്നൊരു കമൻറ്റ് കൊടുക്കണമെന്ന് ഉടനെ പറഞ്ഞ് കമൻറ്റ് കൊടുക്കേണ്ട, അവരുടെ കാര്യം ഞാൻ ശരിയാക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെ എങ്ക വന്നിരിക്കുന്നത് ശൗൽ വന്ന് ഗിൽബോറ പർവ്വത നിറയിൽ വന്ന് അവൻ മകൻ, അവൻ പിള്ളത്താൻ പേര് യോനാഥാൻ. യോനാഥാൻ പ്രത്യേകത എന്താ? അവൻ ചർച്ചക്ക് വരാതെ അപ്പൻ പാരമ്പര്യത്തിൽ നിന്ന് പിള്ള അങ്ങ് പോയാച്ച്. അതിന് ശേഷം ശൗൽ അവൻ വിചാരിച്ചു ശത്രുപക്ഷത്തെ കുന്തം വേണ്ട. അഭിഷിക്തനായ ദാവീദിനെ എറിഞ്ഞ കുന്തമെടുത്ത് അവൻ നെഞ്ചത്ത് തന്നെ കുത്തി. ഇന്ന് രാത്രി അരുമയാണ് സൈദിക്കൂട്ടങ്ങളുടെ 2ാമത് രാത്രി. ഇന്ന് രാത്രി വിളിച്ചു പറ, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തിന്റെ കൃപ വിട്ട്, ദൈവത്തിന്റെ പദ്ധതി വിട്ട് ചലിക്കുന്ന സകലരെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. 1ാമത്തെ രാജാവ് പോയി, ശൗൽ പോയി. സ്വർഗം ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, நம்ம ஈஸியா ஐயா இருக்குது, அங்க ஒரு பிள்ளை இருக்குது தாவீது, முன்னாடி பிரவചനം இருக்குது, அவன் வந்து இஸ்ரேலுக்கு 2ാമത് രാജാവായി നീ അഭിഷേകം ചെയ്യണം. ഇന്ന് രാത്രി വചനത്തെ കേൾക്കുന്ന അരുമയാണ് പിള്ളകൾക്കായി. അപ്പം നമ്മ ശമൂവേൽ யாருக்கிட்ட கூப்பிட்டு யாரை விളിച്ചു? இசாயை விളിച്ചു. ஐயா, நீங்க வீட்டுக்கு ஒரு 10 மணியாകുമ്പോൾ நான் வருவது, பிள்ளைகளை எல்லாம் ரெடியாக்கி വെച്ചേക്കണം. അങ്ക നിന്ന ഒരുവനെ ഇന്ന് രാജാവായിട്ട് ഓർഡിനേഷൻ കൊടുക്കാൻ പോകുന്നു. ഇശായിക്കും ഭയങ്കര സന്തോഷമായി. എല്ലാ മക്കളും കേട്ടാട്ടെ. സ്വോത്രം. 10 മണിയായപ്പോൾ
നമ്മുടെ ശമുവേൽ ഇശായി വീട്ടുക്കുള്ള ചെന്ന് ഇങ്ക കുഞ്ഞുങ്ങൾ വന്നതുപോലെ ഇശായി ശമുവേലുக்கு നല്ല അരുമயான ടീയെ കൊടുത്തിരിക്കുന്നത് പിള്ളേരെ എല്ലാം വിളിച്ചു നിർത്തി നല്ല കുഞ്ഞുങ്ങളെല്ലാം 7 കുഞ്ഞുങ്ങളെയും വിളിച്ചു നിർത്തി അവരുടെ ബൈബിൾ കോളേജിൻ്റെ ഓർഡിനേഷൻ നാളെ തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാൻ ഹുസൈൻ്റെ ഷർട്ടും കില്ലറിൻ്റെ പാൻറ്റും മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പം ഒരു സങ്കീർത്തന ശമുവേൽ വായിച്ചു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ ഒരു പാട്ട് പാടി. ആരാ? നമ്മുടെ ശമുവേൽ. എന്നിട്ട് ഞാനും എൻ വീടും എൻ വീട്ടാരനൈവരും നല്ല അരുമയാണ് പാടൽ പാടി. സ്വോത്രം. ഓരോരുത്തരെയും തലേ കൈവച്ചപ്പോൾ സ്വർഗം കേൾപ്പിപ്പെട്ടിരിക്കുന്നത് ഇവന് ഞാൻ കണ്ടില്ല. നമ്പർ 1 2 കണ്ടില്ല. നമ്പർ 3 കണ്ടില്ല. 4 5 6 7 എന്നെപ്പോലുള്ള ഊളിയക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഊളിയക്കാരിൽ എന്നെപ്പോലെ ഇരിക്കുന്ന ഊളിയക്കാരാണ് പണം തന്നാൽ എല്ലാവർക്കും ഓർഡിനേഷൻ കിടക്കും മനസ്സിലാക്കുന്നവർക്കായി. അന്തമാതിരി തപ്പാണ് ഊളിയക്കാരനല്ല ശമുവേൽ. യാരമ്മച്ചി ശമുവേൽ. ഒരപ്പ ഒരമ്മ കണ്ടു. അമ്മച്ചിയുടെ പേര് ഹന്ന. അമ്മച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹന്ന ദൈവാലയത്തിൽ പോയി. ഹന്ന പോകാൻ സിസ്റ്റർ പോകണമെങ്കിൽ വീട്ടിലൊരു പെനീന വേണം മനസ്സിലാകുന്നവർക്കായി. ചിറ്റാറിലും ചില ചേച്ചിമാർ ചർച്ചക്കുള്ള വരണമെങ്കിൽ ചില കുത്തുവാക്ക് പറയാൻ പെനീന വേണം മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഹന്ന ദൈവാലയത്തിൽ വന്ന് കരഞ്ഞു. ആലയത്തിലെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹം. ഹന്നയ്ക്ക് വേണ്ടി ദൈവം ഒരു പൈതലിനെ കൊടുക്കുവാൻ വാഗ്ദത്തം അവൻ്റെ മേളിലേക്ക് ഹന്നയുടെ മേളിൽ ഇറങ്ങി വന്നു. അവൾ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? സ്വോത്രം. എന്തെങ്കിലും ദൈവം തന്നാൽ ദൈവാലയത്തിൻ്റെ നന്മ അത് താൻ ആലയത്തിലെ കണ്ണീർ നാളെ കൂടെ എൻ യോഗം ഇരിക്കുന്നത്. ഇന്ന് നമ്മ കോവിഡിന് ശേഷം ദൈവാലയത്തിൽ പലരും വരത്തില്ല, സഭായോഗമില്ല. ഊളിയക്കാരനിട്ട് കേട്ടിട്ട് ചിന്നമ്മ സിസ്റ്റർ പറയും ലിങ്ക് അയച്ചേക്കാൻ മനസ്സിലാകുന്നവർക്കായി. ലിങ്കിൽ കൂടെ ഊളിയക്കാരൻ്റെ പ്രസംഗവും കേൾക്കാം, അമരയ്ക്ക് അരിയുകയും ചെയ്യാം മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ആ പരിപാടി മനസ്സ് നിർത്തിയേക്കണം. ഇന്ന് രാത്രി അരുമയാണ് ചെയ്തിക്കൂട്ടങ്ങൾ നടക്കുന്നത്. തായെ തകർപ്പരെ തമ്പി തങ്കച്ചി നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. കാത്തിരിപ്പ് യോഗത്തിന് വന്നില്ലേ കുഴപ്പമില്ല, ബൈബിൾ സ്റ്റഡിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കോട്ടേജ് മീറ്റിങ്ങിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ഞായറാഴ്ച 2.5 മണിക്കൂറേ ഉള്ളൂ. ആലയത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വചനം കേൾക്കണം. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ. അതിനകത്ത് കിടന്ന പത്രോസിനെ ദൈവാലയത്തിനകത്ത് മടക്കി കൊണ്ടുവന്നെങ്കിൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. കരമുയർത്തുന്നവർക്കായി വീട്ടിലെ പ്രാർത്ഥനയല്ല, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ കൊണ്ടുപോകാൻ കരുത്തുറ്റ പ്രാർത്ഥനയെങ്കിൽ ഇന്ന് രാത്രി இந்த നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് ഇരവ് തായെ തകർപ്പരെ തമ്പി തങ്കച്ചി ഒന്ന് സഭായോഗങ്ങളെ നിങ്ങൾ ബഹിഷ്കരിക്കരുത് മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്നെ പറഞ്ഞ് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ദൈവാലയത്തിന് അങ്ങനെ ഒരു പൈതലിനെ കിട്ടിയ ശമുവേൽ. അവനിപ്പോൾ ചീഫ് പാസ്റ്റർ ഏലിയയുടെ എവിടെ സഭയ്ക്കകത്താ. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. അമ്മാരുടെ പേരായിരുന്നു കോപ്പനിയും പിന്നെ ആകാശും. അമ്മാര് സഭയിലില്ലായിരുന്നു. കുഴിത്തറ പോയി അൽപകാമം കുഴിമന്തി ചിക്കനും നിന്നുകൊണ്ടിരുന്നത് മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവന്മാരെ 2നെയും ദൈവം അടിച്ചു മനസ്സിലാകുന്നവർക്കായി. പാസ്റ്റർമാരുടെ മക്കളെ ആദ്യം ദൈവം കൈകാര്യം ചെയ്യാൻ പോകുന്നു. സ്വോത്രം. ദൈവാലയത്തിനകത്ത് വരുന്ന നന്മയെ കരസ്ഥമാക്കി ദൈവഭക്തിക്ക് വിധേയമാകാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാതെ അൽപകാമം കുഴിമയിൽ നിന്ന് ബുള്ളറ്റിനകത്ത് നടക്കുന്ന എല്ലാ കോപ്പനിമാരെയും പിന്നെ കാസിനെ അടിക്കാൻ കർത്താവിൻ്റെ വടിയുണ്ട് മനസ്സിലാകുന്നവർക്കായി. ആ കന്യാമാമ പ്രാർത്ഥിച്ച ശമുവേൽ ഇപ്പം കട്ടൻ ചായ ആയിട്ട് എവിടെ കിടക്കുക എന്നറിയാമോ? സ്വോത്രം. സഭയ്ക്കകത്ത് കിടക്കുക. എല്ലാവരും കേട്ടാട്ടെ, വചനം അങ്ങോട്ട് കേൾക്കണം. പെന്തിക്കോസുകാർ മടങ്ങി വന്നേ പറ്റൂ. ഒരു രാത്രി ഒരു വിളി വന്നു. 8 മണിയായപ്പോൾ ശമുവേൽ എന്ന് ഏലിയോട് ചോദിച്ചു, ചീഫ് പാസ്റ്റർ ഓട്സ് കാച്ചണോ? അപ്പോൾ പറഞ്ഞു മിണ്ടാതെ ഞാൻ കഴിച്ചെന്നു. സ്വോത്രം. 10:30 2ാമത്തെ വിളി വന്നു. ശമുവേലെ ചീഫ് പാസ്റ്റർ ഏലിയോടടുത്ത് ഒന്ന് ചോദിച്ചു. ഏലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻസുലിൻ വെക്കാനാണോ? അത് ഞാൻ എടുത്ത് നീ പോയി കട. ഇനി വിളി കേട്ടാൽ ഞാനല്ല, ഉയരത്തിൽ നിന്നുള്ള ശബ്ദം. നാടൻ മലയാളം. രാത്രി 1 മണിക്ക് ഒരു വിളി പറഞ്ഞു വന്നു. ശമുവേലെ. അവൻ മുട്ടുമടക്കി. ഒരു വാക്കാമ്മാമ അവനെ അനുഗ്രഹിച്ചത്, അടിയൻ ഇതാ അരുളപ്പാട് തന്നാൽ. കരമുയർത്തുന്നവർക്കായി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്നവനെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവൻ ഹല്ലേലൂയ. കൈക്കൂലിക്കും വഴങ്ങത്തില്ല, അഴിമതിക്കും വഴങ്ങത്തില്ല. ഇന്ന് രാത്രി കേട്ടിരിക്കുന്നവർക്കാ ഈശായിക്കിട്ട് കേട്ടിരിക്കുന്നത്, എനക്ക് വേറെ വല്ല പിള്ളை இருக்குதா? അവൻ പറഞ്ഞ 8ാമതൊരു പിള്ളை இருக்குது. എങ്ക இருக்குது? കോതയാറിൽ இருக்கிறது. അവൻ താൻ ദാവീദ്. അവിടെ എന്താ പരിപാടി? അവിടെ കുറെ ആട് இருக்குது. ആടിനെ നോക്കി ഒരുവൻ കിടക്കുന്നു. ഇന്ന് രാത്രി പഴയ നിയമം എന്ന് പറഞ്ഞാൽ 7
ഏറ്റവും നല്ല ഇസ്രായേലിന്റെ അനുഗ്രഹം. പുതിയ നിയമത്തിൽ 2 പുസ്തകം 7 എഫേസ്യ ലേഖനം വെളിപ്പാട് 7 കഴിഞ്ഞ് വരുന്നത് അൺവാണ്ടഡ് ചൈൽഡ്. അവന് വലിയ വിദ്യാഭ്യാസമില്ല, ഇറച്ചിപ്പാല സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിഗ്രി ഇല്ല. സ്വർഗം ദാവീദിനോട് സ്വർഗ ശബുകളോട് പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കരുത്. മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. സൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ BE ഇല്ല. കോതയാറിനകത്ത് അപ്പന്റെ ആടിനകത്ത് കിടക്കുന്നവന്റെ 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, അവൻ കരമടിച്ച് കർത്തരെ മഹിമപ്പെടുത്തി. ഇന്ന് രാത്രി കരമടിച്ച് ആരാധിക്കുന്നവൻ അധിക ദിവസം വനാന്തരത്തിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാകുന്നു? കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നവൻ എല്ലാ നാളും ചിറ്റാറും കടയാലുമോടും കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദാവീദിനെ തൊടുവാൻ ഒരു കരമിറങ്ങിയെങ്കിൽ ആ തരം തളർന്ന തരമല്ല. രണ്ടാമത്തെ കാര്യം, ദാവീദിന്റെ മേൽ ഒന്നുണ്ടായിരുന്നു. അപ്പന്റെ ആടുകളെ പിടിക്കുവാൻ എന്ന ദൂഷ്ടമൃഗത്തെ തകർക്കുവാൻ അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. കരമുയർത്തുന്നവർക്ക് അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ചേട്ടന്മാർക്ക് കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ദൂഷ്ട പിശാചിന് കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ തകർക്കാൻ നാട്ടുകാർക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്. കരമടിച്ച് ആരാധിക്കുന്നവനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവനെ കൊട്ടാരത്തുകൊള്ള കൊണ്ടുവന്ന് മുതലമച്ചറാക്കുക. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ സിസ്റ്റർ എന്ന് രാത്രി പറയണം, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ട്, ദൂഷ്ട പിശാചി നിനക്കെതിരെ വേലി കെട്ട്. എന്ത് അരിമയാണ് നൽസൈതി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പറയണം, മന്ത്രവാദി നിനക്കെതിരെ വേലി കെട്ടിയാൽ, ആ വിചാരം നിനക്കെതിരെ വേലി കെട്ടിയാൽ, ശംദരാധികജാന ബൗഡാരവ ശംദുര്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരിൽ തകർത്തുയർത്തെഴുന്നേറ്റ ദേവൻ വല്ലമായി ഇന്ന് രാത്രി നിൻ പിള്ളയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുമ്പോ, ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാൽ, ഇന്ന് രാത്രി പറയണ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 2025 ചിറ്റാർ കൺവെൻഷൻ, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി അതുകൊണ്ട് കരമുയർത്തിയാട്ട് സഹോദരി, ശത്രു എനിക്കെതിരെ, അച്ചായ കരമുയർത്തിയാട്ട് ദൂഷ പിശാച് എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ചില തലമുറകൾക്ക് വേണ്ടി ലോക രാജ്യങ്ങളിലേക്ക് പോകുക. ദൈവത്തിന്റെ പ്ലാനുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ രാത്രി തൊടുന്ന രാത്രിയാ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഗ്രൗണ്ടിനകത്ത് വിളിച്ചു പറ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, നാട്ടുകാരനെ തള്ളി, വഴിയാധാരമായ ആധാറിനകത്ത് പേരില്ല, എന്നാൽ ഒന്നുണ്ട്, എന്റെ പിൻപിൽ ഒരു അഭിഷേകമുണ്ട്. വാലിബ തകർപ്പരെ തമ്പി തങ്കച്ചി, എന്റെ നാൾക്കൾ കരമുയർത്തി കർത്തർക്ക് മഹിമ കൊട്. എല്ലാ കാലത്തും നീ കടയാൽ മൂടി കടക്കാനല്ല, എല്ലാ കാലത്തും നീ ചിറ്റാറി കടക്കാനല്ല, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന് സദ്ഗുണങ്ങളെ ഘോഷിപ്പാ. ഇന്ന് രാത്രി സ്വർഗ്ഗം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാത്രിയാ. നിറം വേണ്ട, മണം വേണ്ട, ഗുണം വേണ്ട, നിന്റെ പാരമ്പര്യം വേണ്ട, ഒന്നേ നിന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി നിന്റെ മേൽ ആരാധന ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി ചില ചെറുപ്പക്കാർ കരമുയർത്തിയാട്ട് 2025 never something is happened in this moment, the precious moment, the mighty presence of Holy Spirit. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി വിസകൾ ഒരുക്കുക, നിനക്ക് വേണ്ടി എമിഗ്രേഷൻ ഒരുക്കുക, ലോകത്തിന്റെ പട്ടണങ്ങളിൽ ആ പച്ചനെ മഹിമപ്പെടുത്തുക. ഇന്ന് രാത്രി കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ ഉയർത്തിയ ഒരു കര ഇന്ന് നൽസെയ്തി കൂട്ടങ്ങൾ 2ാമത് ഇരവ് ഈ പട്ടണത്തിനകത്ത് വ്യാപരിക്കുന്ന രാത്രി. ലോർഡ് ജീസസ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. 23-ാം സംഗീതം ഇങ്ങനെ പാടി. എന്നാ 23-ാം സംഗീതം? അന്ന് രാത്രി അരുമയാണ് പിള്ളകളെ, അവൻ ഒരു വാക്ക് പാടി. ചേട്ടന്മാർ പോയി, നാട്ടുകാർ പോയി. യഹോവ എൻ്റെ ഇടയനാകുന്നു. കരമുയർത്തുന്നവർക്കായി കാട്ടിനകത്ത് കിടന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എൻ്റെ നാൾക്കളിൽ പാറശാല നിർമ്മൽ കൃഷ്ണ പൊട്ടിയാലും പച്ചയായ പുൽപ്പുറത്തുകൂടി എന്നെ നടത്തുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. എങ്ക ചിറ്റാർ ഡാമിനകത്ത് വെള്ളം വന്ന് ഏറ്റവും വലിയ മോശമായിരുന്നാലും തണ്ണിക്കകത്ത് ഇൻഫെക്ഷൻ വന്നാലും സ്വസ്ഥതയുള്ള തണ്ണി എൻ വീട്ടുക്കുള്ള തരുന്നവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. அதுக்கு தான் தாவீது நடப்பட்டி கேட்டிருக்கிற ஒரு காரியம். கூடங்குளம் ஆனவந்தையில ஃபெயிலுவர் ஆகட்ட, கூரிருள் தாழ்வரை கூடி நான் நடந்தாலும் என் கர்த்தன் என்னை கைவிட மாட்டேன். വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അതുകൊണ്ട് അവസാനമായിട്ട് അവൻ ഇങ്ങനെ പാടി, അപ്പൻ വിട്ടാലും അമ്മ വിട്ടാലും. ഇന്ന് രാത്രി അമ്മച്ചി മകനെ കരമുയർത്തി പറ, 2025 അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ഇവിടുന്ന് ഇറങ്ങാവും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുക. ഈ രാത്രി വിടുതൽ
വിടുതലിന്റെ രാത്രി. നിന്റെ തലമുറകൾക്ക് വേണ്ടി അമ്മച്ചി ഇന്ന് രാത്രി കരയുന്നെങ്കിൽ പറ, 2025 ദൈവം വഴി തുറക്ക്. കാട്ടിനകത്ത് കരമടിച്ചവനെ ഇസ്രയേലിന്റെ കസേരയ്ക്കകത്ത് രണ്ടാമത്തെ രാജാവാക്കാൻ സ്വർഗത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് ഇരവ് ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ആര് കരമുയർത്തും? ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചേട്ടന്മാരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, നാട്ടുകാരുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പടയാളികൾ ഉമേശന്റെ അടുത്ത് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി അവനെ നാട് കടത്തുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ വീഴുന്നു. ഏറ്റവും നിർണായകമായ പത്മോസ്, ഈജിയൻ തലസ്ഥാനം ഗ്രീസ്. ഗ്രീസിൽ നിന്ന് ഏതൻസിൽ കൂടി ഒഴുകുന്ന നദിയ തേംസ്, 16 നീളം 10 വീതി, നട്ടയിലെ ഡാം പോലെ. അവിടെ 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടെ വയോധികനായ യോഹന്നാനെ അവിടത്തേക്ക് നാട് കടത്തി. യോഹന്നാൻ മുട്ടുമടക്കി 5 കാര്യങ്ങൾ: ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കരുകൾ, മനുഷ്യന്റെ അസ്ഥികഷം വാർന്ന് തിന്നുന്ന പരുത്, തലയോട്ടിയുടെ ദുർഗന്ധം, വയോധികനെ സഹായിക്കാൻ ആരുമില്ല, പാറക്കൂട്ട. അദ്ദേഹം മുട്ടുമടക്കി. തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിവർ നിനക്കെതിരെ നിൽക്ക്. എന്ന് രാത്രി ഞാൻ വീട്ടിലുള്ള പ്രാർത്ഥനയുടെ കണ്ണുനീർ ഇറങ്ങുമ്പോ അന്ന് രാത്രി സ്വർഗത്തിൻ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സിസ്റ്റർ, ഇന്ന് രാത്രി വിളിച്ചു പറ, കൈവിടാത്തൊരു ദൈവം. ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങി വരുമ്പോൾ എനിക്ക് വേണ്ടി കോവണി ഒരുക്കി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ. സ്വർഗം തുറക്കുന്ന കാഴ്ച അവിടെ കണ്ടു. 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യും. യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരമിറങ്ങി വന്ന തായെ, തകർപ്പരെ, ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിന്റെ ഈ പാതാളത്തിന്റെ തക്കോൽ എൻ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിപ്പാൻ ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു. നേരെ വെളിപ്പാടിലേക്ക്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി വരും. നാളെ നമുക്ക് ചിന്തിക്കാം. 12 ആൺകുട്ടി സിംഹാസനം, 13 ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരുന്നു. അത് താൻ മൊബൈൽ ഇന്ന് രാത്രി ടൈപ്പ് ചെയ്താൽ ന്യൂ വേ വേൾഡ് ഓർഡർ. അല്പസാവകാശത്തോടു കൂടി ഇന്ന് രാത്രി നിങ്ങൾ കളിയൽ സ്കൂളിൽ ഇരിക്കുന്നത് പോലെ ബൈബിളിലേക്ക് മടങ്ങി വരുക. ഇനി കുറേ വാക്യങ്ങൾ വായിക്കൂ. വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 ഇന്നത്തെ യുഗം കൃപായുഗം. அதுக்கு தான் இந்த வாலிப கொழுவினார் நல்ல பாடலை கொடுக்குது. കൃപായുഗം തീരാറായി, കാന്തൻ വരുവാറായി, രക്ഷയുടെ ടിക്കറ്റ് ഇതാ തരുന്നു, വാതിലുകൾ അടയാറായി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഏതാ ദൈവസഭ? IPC ആണോ, ചർച്ചക്കൂടാണോ, ഷാരോനാണോ, അത് കഴിഞ്ഞിട്ട് CSI ആണോ? ദാറ്റ് ഈസ് എ ഡിനോമിനേഷൻ. അവർ വചനപ്രകാരം. ഓക്കെ, ആരാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. അവരെ ചേർക്കുവാനാ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷരായി ഉയർക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇന്ന് രാത്രി 2 ഒരു അന്തിമ യുദ്ധം നടക്കും. എന്താ അന്തിമ യുദ്ധം? റഷ്യ ഇപ്പോൾ ഉക്രൈനെ ആക്രമിക്കുന്നു. അവർ നാളെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വഴിവെക്കുന്ന ഒരു കാലം വരാറായി. നാളെ അതിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ആ അന്തിമ യുദ്ധം കഴിയുമ്പോൾ ഒരുവൻ ലോകത്തെ ഭരിക്കുവാൻ ഇറങ്ങി വരും. സഭ എടുക്കപ്പെട്ടാൽ അടുത്ത യുഗങ്ങൾ, ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. ഒരുവൻ ലോകത്തെ ഭരിക്കാൻ ഇറങ്ങും. ബൈബിൾ കയ്യിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24, 3, 4, 5. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിൻ വരവ്, ഉലകത്തിന്റെ അവസാനം, അതിനുള്ള അടയാളം, ഉലകത്തിൻ മുടിവൻ കടസിക്കാല ചെയ്തികൾ. യേശു പറഞ്ഞ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവന്റെ 4 ചാലുകൾ അതായിരിക്കും നാളെയും ഇന്ന്. മത്തായി 24, മത്തായി സുവിശേഷം 24 അധികാരം വസനത്തെ വാസിക്കരുത്. 32, 33, 34 വായിക്ക
നടക്കത്തില്ല. നിങ്ങൾ കയ്യിലെ ബൈബിൾ അത്തിമരത്തെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. ഇസ്രായേൽ അതിൻ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ 7 രാജ്യങ്ങളുമായി ഇപ്പോഴും അടി. അതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരു ചേട്ടൻ പിൻപിൽ ഭരണം പിടിക്കുവാൻ. ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോവിൻ കാലം സംഭവിച്ചതുപോലെ കർത്തൻ മടങ്ങി വരവൽ, ലോത്തിൻ കാലം സംഭവിച്ചതുപോലെ കർത്തൻ മടങ്ങി വരവ്. അരുമயான തമ്പി തങ്കച്ചി തായെ തകർപ്പറ് കാന്തൻ മടങ്ങി വരവുക്കാകെ 6 സയൻസ് ഇരിക്കുന്നത്, 6 കാര്യങ്ങൾ. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 അവനടുക്ക വാതിൽക്കൽ, 3 പ്രപഞ്ചം മാറും, 4 ഒരു ഏകലോക മതം, 5 നോഗയുടെ കാലം പോലെ ഇവിടെ പ്രകൃതി ദുരന്തം, 6 ലോത്തിന്റെ കാലം പോലെ ആകാശത്തിൽ നിന്ന് തീയിറങ്ങും. എന്ന് രാത്രി നമ്മൾ നേരെ കടയാലും മൂടിൽ നിന്ന് ചിറ്റാറിൽ നിന്ന് നമ്മൾ നേരെ ലോസ് ആഞ്ചലസിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുമോ? ഏവരും ഗഗനമായി ചിന്തിച്ചിരിക്കുന്നത് ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും. 1ാമത് ലോക മഹായുദ്ധം 1914 മുതൽ 19 വരെ 1ാം ലോക മഹായുദ്ധം. അന്നൊരു സംഘടന വന്നിരിക്കുന്നത്, ആ സംഘടന പേര് താൻ ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. അത് പോയി 39-45 2ാം ലോക മഹായുദ്ധം. അന്ന് അരുമയാണ് ഒരു സംഘടന വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇരിക്കുന്നത്. അത് താൻ യുണൈറ്റഡ് നേഷൻസ്, അവരുടെ തലமை பாதகர் அந்தோனிஸ் குட்ராஸ். அதுக்கு தான் 2023 எல்லா தமிழ் மக்களும் இந்த செய்திகள் நல் செய்தி വളരെ ഗഗനമായി ചിന്തിച്ചിരിക്കുന്നത്. தமிழ்நாட்டின் அருமையான ஒரு தனமந்திரி இருக்குது, நிர்மலா சீதாராமன். 2021 டெல்லியில் இருக்குது, ஒரு கான்ஃபரன்ஸ் இருக்குது, G20 உச்சகோடி. அவர் பேசுகிறது என்ன பேசுகிறதுன்னு അറിയാമോ? ലോകം ഒരുവൻ കയ്യിൽ കൊടുത്താൽ നന്നായിരിക്കും. സജു ചാത്തന്നൂരല്ല, ശോഭൻ രാജ് പാസ്റ്ററല്ല, സത്യരാജ് ദാസ് പാസ്റ്ററല്ല, ഇന്ത്യവിൻ അരുമയാണ് ധനമന്ത്രി ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ saying 2023 G20 summit at New Delhi, give one man to give a government. ഒരുവന്റെ കയ്യിൽ കൊടുക്കാം യേശു പറഞ്ഞു. ഇന്ന് രാത്രി അവനടുക്ക വാതിൽക്കൽ. ബാക്കി ചെയ്തിയെ കേട്ടിരിക്കുന്നത് 2024 അബുദാബിയിൽ. നിങ്ങൾ പിള്ളേകൾ അங்கே இருக்குது, അബുദാബിയിൽ നല്ലൊരു മന്ദിരം തുറന്നിരിക്കുന്നത്, 7000 കോടിക്ക് ഒരു അമ്പലത്തെ പണിഞ്ഞിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാൻ ഇന്ത്യൻ முதலமைச்சர் മോഡി സാർ പോയിരിക്കുന്നത് അബുദാബിയിൽ. അங்கே അത് ഓപ്പൺ ചെയ്തു. അരുമயான ടെലിവിഷൻ ചാനൽക്കാർ അங்கே വന്നിരിക്കുന്നു. മോഡി സാർ கிட்ட കേൾവിപ്പെട്ടിരിക്കുന്നു, ஐயா இங்க வந்திருக்கிறது ഒരു നല്ല വർത്തമാനത്തെ, നല്ല ചെയ്തിയെ കൊടുക്കാൻ. റഷ്യ ഉക്രൈൻ അല്ല മോഡി സാർ പറഞ്ഞു, ഹിന്ദിക്കാരന്റെ ഭാഷയിൽ അബുദാബിയിൽ പറഞ്ഞു, വായു ബഗനോ യെ സുनना चाहिए, अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा तो अच्छा है. ലോക സമാധാനം കിട്ടണമെങ്കിൽ ഒരുവന്റെ കയ്യിലിരിക്കണം. കാർപ്പറ്റ് ഇട്ടു. കൺവെൻഷന് മുമ്പ് ഇവിടുത്തെ ദൈവസഭ കാർപ്പറ്റ് ഇട്ടതുപോലെ മോഡി സാറും പറഞ്ഞു. 2024 അടുത്തത് കേൾക്കണം. 2024 ബ്രിക്സ് ഉച്ചകോടി ബ്രിട്ടനിൽ, എവിടെ? റഷ്യയിൽ നടന്നു. 3 രാജ്യങ്ങൾ നേതാക്കൾ. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, 3 കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ്. അവർ പറഞ്ഞു ലോകം ഒരുവന്റെ കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് അവർ ഒരു ആപ്പ് കൂടെ വെച്ചു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറണമെന്ന്. സ്വോത്രം. അപ്പൊ കൺവെൻഷന് തമിഴ്നാട്ടിൽ കൈ ഉയർത്തുന്ന പോലെ മോഡി സാറിൻ്റെ കൈയും പകുതി ഉയർത്തി. വാട്സപ്പിൽ കൂടെ ട്രംപ് കണ്ട്. അതുകൊണ്ടാണ് മോഡി സാറിനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാഞ്ഞത്. പിന്നെ ജയശങ്കർ ചേട്ടൻ അங்கே പോയി ടീയും പരിപ്പുവടയെല്ലാം കൊടുത്ത് ഫെബ്രുവരി മോഡി സാർ പോയി അയ്യാ മന്ദിച്ചിടുങ്ക. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇങ്ങ ചാനലുകാർക്ക് സൺ ടി വിക്കോ കിരൺ ടി വിക്കോ ഒന്നുമേ കിടയാതെ. മനസ്സിലാക്കുന്നവർക്കായി അതിക്ക് ഇല്ലാത്ത സ്ഥലത്തൊന്നും കയറി കൈ ഉയർത്തരുത്, അവസാനം കുഴപ്പമാവും. മനസ്സിലാക്കുന്നവർക്കായി 2025 നിങ്ങൾ മൊബൈൽ ചെക്ക് ചെയ്യണം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോൺഫറൻസ് നടന്നു സ്വിറ്റ്സർലാൻഡ്. ആ സ്വിറ്റ്സർലൻഡിൽ ഒരു കോൺഫറൻസ് നടന്നു. 119 രാജ്യങ്ങൾ ഒരുമിച്ചു. അവർ പറഞ്ഞു ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാം. We are giving a gift to new generation. തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഉലകം ഒരുവൻ കയ്യിൽ കൊടുക്കാം. ഏവരും കണ്ടു. യോഗം കഴിഞ്ഞ് പറയണം ഏക ലോക ഭരണം. യുവർ മൊബൈൽ ഈസ് ടൈപ്പിംഗ് ദാറ്റ് വേർഡ്സ് ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കാം. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുവന്റെ കയ്യിൽ ലോകം വരുമോ? വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13:1-2. യോവാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു ഒരുവൻ കയ്യിൽ ലോകത്തെ വരുന്നത്. അപ്പോൾ വെളിപ്പാട് ദീർഘദർശൻ കടിതം അധികാരം 13 വസനത്തെ വാസിക്കുന്നത് 1-2 വായിച്ചിട്ട് മോളെ വായിക്കാം. അപ്പോൾ 10 കൊമ്പും. ആരാ 10 കൊമ്പ്? എല്ലാവരും കേട്ടാട്ടെ. 10 കൊമ്പ് കുമരി മാവട്ടം കേട്ടാട്ടെ. 1991 റഷ്യ പതിയെ തീരാൻ തുടങ്ങി. 2004 യൂറോപ്യൻ യൂണിയൻ വന്നു. ഇന്ന് 12 രാജ്യങ്ങൾ വോട്ടവകാശം. അപ്പോൾ മൊബൈൽ ചെക്ക് ചെയ്യുന്നവർ പറയും ഭാഷ 30 ഉണ്ട്. 16 പേർക്ക് വോട്ടിടാൻ പറ്റത്തില്ല. കട്ടൻ ചായം പരിപ്പുവട. 12 രാജ്യങ്ങളെ വോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. മലയാളം
പടിയടച്ച് ബ്രിട്ടൻ 12 ദൈവം വെട്ടി. കളിയിലെ സിസിലി ചേച്ചി ബ്ലൗസിന്റെ കൈ വെട്ടുന്ന പോലെ 1 ദൈവം വെട്ടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 11 അത് ഖത്താർ இந்த കുമരി മാവട്ടത്തിലെ കുഞ്ഞുങ്ങൾ UK, அயர்லாந்து, மால்டா, சுவிட்சர்லாந்து சந்தோஷமே கிடையாது. இந்த ஊழியக்காரன் வீட்டு வந்து கழியதுக்கு அம்மச்சி கிட்ட பேச்சு இருக்குது. அம்மச்சி பிள்ளை எங்க இருக்குது? அம்மச்சி கேட்டிருக்கிற மூத்தவன் UK, சின்னவன் அயர்லாந்து, கொச்சுமோள் அவங்க மால்டா தீவில் இருக்குது. അമ്മച്ചിക്കുള്ള ഒരു വേലക്കാരി இருக்குது, ഒരു പട്ടിയും இருக்குது. വേലക്കാരി പോയാൽ അമ്മച്ചി കാര്യം കഷ്ടം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി പിള്ളകളെല്ലാം പോയി, ബ്രിട്ടൻ പോയി. ഇനി ഒരു രാജ്യം കൂടെ പോയാൽ വരാൻ പോകുന്നു 10 കൊമ്പ്. അതിനു മുമ്പ് എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. അവിടെ അമ്മരായി സംഭവം. എത്ര നാളുകൾ ചെയ്തി കൊടുത്ത കിടക്കുക. 10 കൊമ്പ് വായിക്കാം. അടുത്ത വായിച്ചാട്ടെ. 7 തലയും 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം 7 മലയുണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റലിൻ, അവന്റെൻ, കൊറിയൻ, ബിമിലൻ, എസ്കലൻ, ജാനിക്കുലൻ കത്തോലിക്ക സഭയിൽ ഇരിക്കുന്നു. അദ്ദേഹം ഒന്ന് ലാൻഡി ക്രൈസ്റ്റ്. അടുത്ത വാക്ക് വായിക്കാം. കൊമ്പുകളിൽ 10 രാജമുടിയും. തമിഴ്നാടിൻ മുതലமைச்சர் ஸ்டாலின் മാത്രമല്ല, അവർ കൂടെ അരുമயான മിനിസ്റ്റർമാർ വേറെ இருக்குது. அதுக்கு தான் 10 രാജമുടി. 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേരും. അടുത്ത വാക്ക്. തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം. ക്രിസ്തു തുമ്പകട്ടയുടെ നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. അങ്ങനെ ഒരുവൻ എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക് കുഞ്ഞു വായിക്കാം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനത്തിന്റെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി, ന്യൂ വേ വേൾഡ് ഓർഡർ, ഒരുവൻ എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, അത് താൻ ഓടുന്ന പുള്ളിപ്പുലി. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. ദാര്യാവേശും കോരശും ഇറാൻ രാജ്യം അവരെ നടി നടന്നുകൊണ്ടിരിക്കുന്ന വായിൽ 3 വാരിയല്ലേ. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇതെല്ലാം അന്ത്യദിന ഒരു ഭരണത്തിന് വേണ്ടി കേൾക്കുന്നു. അടുത്ത വാക്യം. വായ് സിംഹത്തിന്റെ വായ് പോലെ. IS തീവ്രവാദികൾ ഇറാഖ്. നമ്മ കളിക്കാവിളയിൽ അരുമயான SI വിൻസെന്റിനെ വെടിവെച്ച് കൊന്നവന്റെ ചേട്ടന്മാർ ഇന്നത്തെ തലയിറക്കുന്ന നിമ്രോദിന്റെ തലമുറ ഇറാഖ് IS ഇതിന് പിന്തുണ കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. അടുത്ത വാക്ക്. അതിന് മഹാസർപ്പം ഏതനെ കണ്ട കുഞ്ഞം പാമ്പെന്ന് ഉലകത്തെ പിടിച്ചമ്മേ. മഹാസർപ്പം വലിയ ശക്തിയും തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ പേര് മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? അതിനുമ്പ് ഒരു കൂട്ടം പോകും. അതിനാ ചിറ്റാർ ദൈവസഭയിൽ കൺവെൻഷൻ വച്ചിരിക്കുന്നത്. വായിക്കാം. വെളിപ്പാട് 17:8-9. വെളിപ്പാട് ദീർഘദർശിൻ കടിത അധികാരത്തെ 17 വസനത്തെ വാസിക്കരുത് 8-9. വെളിപ്പാട് ദീർഘദർശി യോവാന അപ്പോസ്തലൻ. വായിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ഉണ്ടായിരുന്നു. അടുത്തത്. ഇപ്പോൾ ഇല്ലാത്തതും. ഇപ്പൊ തമിഴ്നാട്, കേരളം, ഇന്ത്യ ജനാധിപത്യ ഭരണ വോട്ട് കൊടുത്ത് ഭരണാധികാരികൾ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. ഇനി അഗാധത്തിൽ നിന്ന് കയറി. ലോകം തീരുന്നു. അന്തിമ യുദ്ധത്തിന്റെ ഇടയ്ക്ക് സമാധാനം തരുവാൻ ആരുമില്ല. ഒരുവന്റെ കയ്യിൽ ഭരണം വരും. അടുത്ത വാക്ക്. നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. അടുത്ത വാക്ക്. ഉണ്ടായിരുന്നത്. എല്ലാവരും ബൈബിൾ എടുക്കണം. വേറെ ഒരു വാക്യം നോട്ട് ചെയ്യുന്നതിലോ இந்த കൺവെൻഷൻ അരുമயான വസനത്തെ യോവാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അരുമயான വസനത്തെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഉണ്ടായിരുന്നതും വായിക്കാം. ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ. പുള്ളിക്കാരൻ കർട്ടന്റെ പിന്നീന്ന് ഇറങ്ങുന്നു. ഇപ്പോഴേ ഇറങ്ങത്തില്ല. അതിനുമ്പ് ദൈവസഭ പോണം. അതിനെ കൺവെൻഷൻ വായിച്ചാട്ടെ. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കിടക്കുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ എവിടെ പോവും? കരമുയരുന്നില്ലല്ലോ. പ്രിയന്റെ വരവിലെടുക്കപ്പെടും. അതാ കൺവെൻഷൻ. അതുകൊണ്ട് 2ാമത് രാത്രി ഇവിടെ ചില ടിക്കറ്റ് കൊടുക്കാൻ പോകുന്ന. ഏത് ടിക്കറ്റാ? എമ്പുരാന്റെ ടിക്കറ്റ് അല്ല, രക്ഷയുടെ ടിക്കറ്റ്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതിന്റെ പേരാ ജീവപുസ്തകത്തിൽ പേരെഴുതിയവനെ ചേർക്കാൻ കാന്തൻ വരും. ആ കൈവിടപ്പെട്ടു പോന്ന സഭക്കാരവനെ കാണാൻ പോന്നു. വെളിപ്പാട് പുസ്തകം. അടുത്ത വാക്ക് വായിക്കാം. നീ കണ്ട് ഇവിടെ ജ്ഞാനം കൊണ്ട് വായിക്കാം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 7 മലയാ. ഇറ്റലിയുടെ അടുത്ത് ടൈബർ. ആ നദിയ ടൈബർ, ക്യാപിറ്റോളിൻ, ബാലിറ്റേലിൻ, അവന്റൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇനി ദീർഘ ഒരു പ്രസംഗത്തിലേക്ക് പോകും. ശ്രദ്ധയോടെ ഇരിക്കണം. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് 2 അനുഗ്രഹിക്കപ്പെട്ട ദീർഘദർശിൻ കടിതമിരിക്കത്. 1 പുതിയ നിയമത്തെ വാസിക്കുന്നത് അവസാന പുസ്തകം. അത് താൻ വെളിപ്പാട് യോവാൻ അപ്പോസ്തലൻ. അന്ത പഴയ നിയമத்துக்கு ആധാരത്തെ ആസ്പദമാക്കി 27ാമത് നല്ലൊരു പ്രവചനം ഇരിക്കുന്നത്. അത് താൻ ദാനിയേൽ ദീർഘദർശിൻ കടിതം. ദാനിയേൽ ദീർഘദർശി ബാബേൽ പ്രവാസத்துக்குள்ள இருந்தപ്പോൾ இந்த உலகத்தின் முடிவன் கடைசி கால
പല ചെയ്തികളും കൊടുത്തു. ഉലകത്തെ ഭരിക്കാൻ ഒരുവൻ വരും. ബൈബിൾ കൈവരിക്കുന്ന അരുമയാണ്. അപ്പച്ചമ്മച്ചി നോക്കിയാട്ട് ദാനിയേൽ ദീർഘദർശി അധികാരം 8 വസനത്തെ വാസിക്കരുത്. 23, 24, 25 റിലയൻസ് ജിയോ നിങ്ങളുടെ മൊബൈലെല്ലാം കൊണ്ടുവന്നു. വായിക്കാൻ ദാനിയേൽ 28, 23, 24, 25 വായിച്ചിട്ട് മോളെ. ദാനിയേൽ പ്രവചനം 8, 24, 23, 24, 25 ഒരുവൻ വരുന്നു. വായിക്കാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് ഇന്നത്തെ ഭരണാധികാരികളെ തങ്ങളി അടിക്കുന്നു. റഷ്യ, ഉക്രൈൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഹമാസ്. വെളിച്ചെണ്ണ വില 300, മരുന്ന് വില കയറുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ്റെ വില വേറെ, എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. നേതാക്കന്മാർക്ക് രക്ഷയില്ല. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് വായിക്കാം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഇന്നത്തെ ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിൽ ഭരണം വരും. കിടക്കുന്നു. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. അവന്റെ അധികാരം വലുത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ അരുമயான மக்களோடு நீங்க ஏர்டெல் மொபைல் யார் பிடிச்சிருக்குது? ഇന്നത്തെ യഹൂദന എലോൺ മസ്ക് കൊണ്ടുപോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് റിലയൻസ് ജിയോ ടൈ അപ്പ് വിത്ത് എലോൺ മസ്ക്. ഇനി വീട്ടിനകത്തിരിക്കുന്ന ചെകുത്താൻ വേണ്ട, വൈഫൈയും വേണ്ട, കൈഫൈയും വേണ്ട. സാറ്റലൈറ്റ് വഴി ടവറിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് കുഞ്ഞമ്മ സിസ്റ്റർക്ക് 9G വരാൻ പോകുന്നു. ഇത് ഗോയിങ് കൺവെൻഷൻ. ദാറ്റ് ഈസ് എ ഫാക്ടർ, ദാറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ് ഓൺ റിലയൻസ് ജിയോ ആൻഡ് എയർടെൽ ഓപ്പറേറ്റഡ് ബൈ ചെന്നൈ. ദേ ആർ സൈൻ ടു എലോൺ മസ്ക്. വരാൻ പോകുന്നു 5Gക്ക് അപ്പുറം അതിവേഗ ഇന്റർനെറ്റ്. ലോകം ഒരുവന്റെ കയ്യിൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. അതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ 4 നാൾക്കളിരിക്കും. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി operated by Elon Musk. That means Reliance Jio handed over Elon Musk. Then Airtel is handed over Elon Musk. The speed is coming. New Wi-Fi, no need, only satellite with a tower. മനുഷ്യനെ മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന അവന്റെ അധികാരം വലുത്. അടുത്ത വാക്ക് വായിക്കാം. സ്വന്തം ശക്തിയാൽ അല്ല, പിശാചവന്റെ ശക്തി കൊടുക്കും. അടുത്തത് അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കും. നല്ലൊരു പ്രസംഗം 15 മിനിറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞ് 2 വാക്യം വായിക്കുമ്പോൾ ഇടവേളയിലേക്ക് ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി ഒരുവൻ ഭരണത്തിൽ വന്നാൽ എല്ലാവരും ചെയ്ത് കേട്ടാട്ട്. തമിഴ്നാടിൽ മുன்னாடி முதலமைச்சர் ജയലളിത അവർ മാറിയതിനു ശേഷം സ്റ്റാലിൻ മന്ത്രിക്കുന്നത്. എടപ്പാടി പളനിസ്വാമി മാറിയതിനു ശേഷം സ്റ്റാലിൻ ആരായി? തമിഴ്നാടിൽ മുതലമച്ചറായി. DGPയെ മാറ്റി, പോലീസുകാരെ മാറ്റി, കളക്ടർമാരെ മാറ്റി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ആ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അവർ മാറിപ്പോഴ ശ്രീ മോഡിജി വന്നത്. കരസേന, വ്യോമസേന, നാവികസേന സകല ഗവർണർമാരെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ he will take it the land order. അവൻ നിയമത്തെ കയ്യിലെടുക്കും. നമ്പർ 1 ഒരുവൻ വന്നാൽ ആദ്യം നിയമത്തെ കയ്യിലെടുക്കും. ബൈബിൾ കടക്കുന്നു. ആദ്യത്തെ നിയമങ്ങൾ ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഇവിടെ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ MBA-ക്കാർ, MCA-ക്കാർ, ഡിഗ്രിക്കാർ, BE-ക്കാർ, ME-ക്കാർ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സ്. ബൈബിൾ പ്രവചന ഭാഷ ബിബ്ലിക്കൽ കാസ്മോസ്. അതിന്റെ പേര് നോഗയുടെ കാലം. 2 ചെന്നൈ പട്ടണമല്ല ദൈവം ഉണ്ടാക്കിയത്, ഇറാഖല്ല ദൈവം ഉണ്ടാക്കിയത്. സഹോദരങ്ങൾ, ഉൽപ്പത്തി 2 ഇന്ന് ശാന്തമായി ഒഴുകുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ്, അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്. മണ്ണിന്റെ പേര് എത്യോപ്യ. അവിടുന്ന് 6 ഘടകം ദൈവം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇവിടെ ആ സയൻസ് പല ഊழிയക്കാരന്റെ നാൾക്കൾ പേസുகிறது. മണ്ണുക്കുള്ള മനുഷ്യനെ മെനഞ്ഞെടുക്കുന്നത് തപ്പ്. ഇങ്ക നാൾകളിൽ ചിറ്റാർ ഇങ്ക പാറ ഇരിക്കുന്നത്. പാറയിന്ന് ആദമിനെ മെനയാൻ പറ്റത്തില്ല. പാറയ്ക്കകത്ത് 97 മൂലകം, കട്ടിമൂലകം, പെറോക്സൈഡ്. പാറ പൊടിക്കുമ്പോൾ ഒന്ന് കിട്ടും, അതിന്റെ പേരാ പാറ പൊടി. അതിനകത്ത് 17 മൂലകം. അങ്ങനെയെങ്കിൽ 17 എലമെന്റ്സ്. ബൈബിൾ റഫറൻസ്. മനുഷ്യനെ എവിടുന്ന് മെനഞ്ഞു? കൂടിയിരിക്കണം. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 മനസാക്ഷി യുഗത്തിലെ ഊഴിയക്കാരൻ ഇയ്യോബ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 ദീർഘദർശി. ദാനിയേലേ, കാലാന്തരത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ മടങ്ങി വരണം. അപ്പോൾ വീണ്ടും എഴുതിയിരിക്കുന്ന നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സംഗീതത്തെ 90 சங்கீர்த்தனம் அந்த பெரிய சேட்டன் யாரு? அகரோன் போயிருக்குது. சின்ன தம்பி மோசா அகரோன் மரணம் கண்டுட்டு அருமையான ஒரு சங்கீதத்தை கொடுக்குது. சங்கீதம் 90 யாருமே வாசிக்க கூடாது. നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. മർത്യന മണ്ണിലല്ല, മർത്യന പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം.
അതിൻ്റെ താഴെ ഒരു വാക്യമുണ്ട്, ഒറ്റ ഊളിയക്കാരും അച്ഛന്മാരും വായിക്കത്തില്ല. അങ്ങ് ഒരു കീഴ വാക്യായിരിക്കുന്നത്, തങ്കച്ചി ഞങ്ങ ആയുഷ്കാലം 70 ഏറെ ആയാലും 80 ഒരു ശവപ്പെട്ടി വേണം. അതിന് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ സമയമാകുമ്പോൾ ഭാര്യമാരെ കൊടുക്കും വായിക്കാൻ. അതിൻ്റെ അർത്ഥം അവള് പോന്നേ പോട്ട്, ഞാൻ വേറെ കെട്ടിക്കോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒറ്റ അച്ഛന്മാരും ഒറ്റ പാസ്റ്റർമാരും വായിക്കാത്ത സംഗീതം 90. അങ്ങനെയെങ്കിൽ ആദമനെ ദൈവം മനഞ്ഞു. ഇന്ന് രാത്രി ബിബ്ലിക്കൽ സയൻസ്, ആദമന്റെ മൂക്കിനകത്ത് ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ ആദമന്റെ കാലനങ്ങി, കണ്ണനങ്ങി, ഹൃദയത്തിന്റെ അറകൾ തുറന്നു, അവന്റെ ആർട്ടകൾ ചലിക്കാൻ തുടങ്ങി, വെൻട്രിക്കൾ ഒഴുകാൻ തുടങ്ങി, ദാണ്ട മുടി അനങ്ങി, കണ്ണിന്റെ ഇമ വെട്ടി. ഇന്ന് രാത്രി അതുകൊണ്ട് ആദ്യത്തെ വെന്റിലേറ്റർ കിംസും നിംസും PRSും അല്ല, പാറശാല SP പോർട്ടുമല്ല, വെള്ളറട ദേവിയുമല്ല. ആദ്യത്തെ വെന്റിലേറ്റർ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയവനാ ഞങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം സാധാരണ ദൈവമല്ല. ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, മഹാദൈവം. എന്തെന്നാൽ ചെയ്തി കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ചങ്കൂറ്റത്തോടെ പറയുന്നു, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി തായെ തകർപ്പരെ തമ്പി തങ്കച്ചി ഉണ്മയാണ് നൽസെയ്തി കൂട്ടങ്ങൾ. നാലാമത് രാത്രി നീ ആണ്ടവർക്ക് മഹിമ കൊടുക്കുന്നെങ്കിൽ നിന്റെ ബ്ലഡിന്റെ കൗണ്ടിനെ മാറ്റുക, നിന്റെ ഹൃദയത്തിന്റെ ചലനങ്ങളെ മാറ്റുക, നിന്റെ ക്രിയാറ്റിന്റെ അളവുകളെ മാറ്റുക, നിന്റെ യൂട്രസിന്റെ ഫൈബ്രോയിഡുകളെ മാറ്റുക. ഇന്ന് രാത്രി ആദമിനെ തൊട്ട് ഒരു കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രി ദേവൻ വല്ലമായി, ആണ്ടവരൻ വല്ലമായി. എന്ത് നൽസെയ്തി കൂട്ടങ്ങൾ എന്താ ചെയ്തിയെ കൊടുക്കുമ്പോൾ തന്നെ അനവധി ശരീരത്തിനകത്ത് ഇന്ന് രാത്രി വിടുതൽ തരുന്ന കാര്യം ഇവിടെ വ്യാപരിക്കുക വിശ്വസിക്കുന്നവർക്കായി. സ്തോത്രം. അപ്പം ആദമ തക്ക തുണയായിട്ട് ഒരു അമ്മാമ വേണം, ഭാര്യ ലൂരി. അമ്മാമയ്ക്ക് ആദമിന് ഗാഠനിദ്ര വരുത്തി. ആ ഗാഠനിദ്ര കണ്ടിട്ട് ഒരു ശാസ്ത്രജ്ഞൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോഫോം. അവൻ്റെ മൂത്ത ചേട്ടന് അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എല്ലാവരും കേട്ടോണം സ്തോത്രം. ക്ലോറോഫാമിൻ്റെ മൂത്ത ചേട്ടൻ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇപ്പം തമിഴ് മക്കൾ നല്ല വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ കോളേജ് ഇവിടെ കിടക്കുന്നു സ്തോത്രം. മൂകാംബികയും ഗ്രേസും എല്ലാം ഇവിടെ കിടക്കുന്നു സ്തോത്രം. അവിടെ ചെന്ന് ഡോക്ടർമാരോട് ചോദിക്കണം അനസ്തേഷ്യ കണ്ടുപിടിച്ച. പറഞ്ഞുതരാം, ഡോക്ടർ ജെയിംസ് സിംസൺ. ഇപ്പം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. അദ്ദേഹം അനസ്തേഷ്യ കണ്ടുപിടിച്ചത് ബൈബിൾ വായിച്ചിട്ട്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം കിട്ടിയപ്പോൾ പത്രക്കാരെന്ന് ചാനലുകാരാണല്ലോ. പത്രക്കാർ എന്നിട്ട് ചോദിച്ചാൽ, സാറേ നോബൽ സമ്മാനം കിട്ടിയതിന് സന്തോഷമില്ലയോ? അപ്പം പറഞ്ഞ അതല്ല സന്തോഷം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ സന്തോഷം. ആ പറഞ്ഞതൊരു ശാസ്ത്രജ്ഞൻ നോബൽ കിട്ടിയത് കണ്ടോ. അങ്ങനെ അവരെ എവിടാ കൊണ്ടുവന്നത്? അവരെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ നിന്നാ. കൊണ്ടുവന്നത് എവിടാ? ഏദനിനകത്ത്. കേട്ടാട്ടെ സ്വത്രം. ഏദനകത്ത് കൊണ്ടുവന്നു. സ്വർഗം ആദ്യത്തെ കുടുംബം. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താന ബുദ്ധിയുള്ളവരാകോ, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. മനസ്സിലാകുന്നവർക്കായി. അപ്പം ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? കുമരി മാവട്ടത്ത് കോടതിയാണോ? നെയ്യാറ്റിൻകരയിലെ മജിസ്ട്രേറ്റ് ആണോ? വെള്ളറട സബ് രജിസ്ട്രാർ ആണോ? അല്ല. ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി. എവിടം വരായ കാര്യം? ഇന്ന് രാത്രി സമാധാനത്തോട് ഇവിടെ കത്തോലിക്ക പള്ളി ഇരിക്കുന്നത്, കളിയിലൊക്കെ കടയാൽമൂടിലൊക്കെ ബൻമൻ പള്ളിയിൽ ഇരിക്കുന്നത്. അങ്ങ് ഒരു പെൺകുട്ടി ഒരു ചെറുക്കനും ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഉടനെ അച്ഛൻ 2 എണ്ണത്തിനെ പിടിച്ചു നിർത്തിയിട്ട്, ഇന്നാ നിങ്ങൾ വന്നില്ലേ കല്യാണം നടത്തി തരാം. പോരാ, അച്ഛൻ നല്ല കൗമോ എല്ലാം പറയും. അതിനുശേഷം മോതിരവും മിന്നുമൊക്കെ എടുത്ത് അവരെ ശുശ്രൂഷയിൽ ഇങ്ങനെ അച്ഛൻ ഉയർത്തിയിട്ടൊരു പാട്ട് പാടും. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു വൈദിക ഷമ്മാശന്മാർ. അപ്പം നമ്മുടെ കൊയർ സാജു ഇങ്ങനെ പാടും, ഏതൻ തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ? നമ്മളിത് നോക്കത്തില്ല, നമ്മൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. സ്വതന്ത്ര അച്ഛൻ എത്ര നല്ല കാര്യമാണ് പറഞ്ഞ്. സിറ്റാവായ ദൈവം എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദമ്യ കുടുംബത്തെ കൊണ്ടുവന്ന് കരത്താൽ സംയോജിപ്പിച്ച അതേ കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ നിർന്നില്ല. പെന്തിക്കോസുകാരുടെ കല്യാണം സ്വത്രം. പാറശാല ഷീല കല്യാണം കണ്ടപ്പോൾ സീനിയർ പാസ്റ്റർമാരാ ഒരു പെൺകുട്ടി ചെറുക്കനും വന്ന പീഠത്തിൽ ഇരുന്നിട്ട് ഉടനെ കൈ കൊടുക്കുമോ? സ്വത്രം. സന്തോഷമില്ലല്ലോ? 2 പേരുടെ വാക്യങ്ങൾ, 2 പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. എന്നിട്ട് ശോഭൻ്റെ രാജപാസ്റ്ററും തന്നെ പിടിക്കാം. പെങ്കൊച്ചിനോട് ചോദിക്കും, താണ്ട് ഇവിടേക്കുന്ന പുരുഷനെ നിന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കണം, കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കണം. എനിക്കും തലവേദന വരരുത്, ദൈവസഭയ്ക്കും തലവേദന വരരുത്. സന്തോഷമില്ലല്ലോ? സ്വത്രം. അങ്ങനെ പറഞ്ഞിട്ടാ ഇപ്പം കെട്ടിക്കുന്നത്. കർത്താവ് നമ്മൾ രക്ഷപ്പെടുക. സ്വത്രം. അതായത് കെട്ടിച്ചവനും കുരുങ്ങും ചവക്കാരനും കുരുങ്ങും. ഞാനിത് പറയത്തുള്ളൂ. സ്വത്രം. അത് കഴിഞ്ഞ് പയ്യനോട് ചോദിക്കും, താണ്ട നിൻ്റെ മൊബൈൽ റേഞ്ചൊക്കെ ക്ലിയർ ആക്കിക്കോണം, പെങ്കൊച്ചിനെ ഉപേക്ഷിക്കരുത്. നിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ നിൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? സുഖത്തിലും ദുഃഖത്തിലും. ഇത് പറഞ്ഞ ഉടനെ 2 കൂടെ കൈവെക്കുവോ? ഇല്ല. സെൻറ്ററിനകത്ത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചിട്ട് ശോഭൻ രാജ് പാസ്റ്ററിൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് മൈക്കെടുപ്പിക്കും. ഒരു കരം പിടിച്ചിട്ട് ഞാൻ ആദ്യം കരം ഉയർത്തും. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത്
ഇറങ്ങി വന്ന ആദ്യ മനുഷ്യ കുടുംബത്തെ സംയോജിപ്പിച്ച യഹോവയുടെ കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം ഞങ്ങൾ ആശീർവദിക്കുന്നു. അപ്പം സജു ആദ്യം പാടും ഇന്നീ മംഗല്യ ശോഭിപ്പാൻ. അടുത്ത പാസ്റ്റ് ഒന്നുകൂടെ കരം മുറുകെ പിടിച്ചിട്ട് പറയും, ഇവർ സന്താന പുഷ്ടിയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞ ഒരു പുതിയ കുടുംബമായി രൂപാന്തരപ്പെടട്ടെ. ആത്മീയ അനുഗ്രഹങ്ങളാൽ ഈ മക്കൾ നിറയട്ടെ. അപ്പം അടുത്ത പാടുകൂടെ സ്വർപ്പൂരം ഈ കരാറിന്മേൽ. നമ്മളെവിടെ നോക്കാനാ? പാറച്ചാല ശീല കണ്ടാടുകൊണ്ട് ചിക്കൻകാല് നോക്കിക്കൊണ്ടിരിക്കുമോ? സ്വോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടക്കുന്നു. ഇന്ന് കല്യാണമുണ്ടോ കുഞ്ഞമ്മാമേ? കേട്ടോ, അമേരിക്കയിലേക്ക് പോവുക. ഇന്നത്തെ ലോകം. ബാക്കി നാളെ വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്ക വിവാഹമില്ല. ലോസ് ആഞ്ചലസിലേക്ക് നോഗയുടെ കാലം. ദാണ്ട് മലയാളം, തമിഴ്നാട് എനിക്കറിയത്തില്ല, വടക്കമ്പറവു 2 പെൺകുട്ടികൾ ദാണ്ട് ഒരുമിച്ച് താമസിക്കുന്നു. ശരണ്യ ശ്രുതി. അതിൻ്റെ നാടൻ മലയാളം ജ്യോതിമോളും നിമ്മിമോളും ഒരുമിച്ച് താമസിക്കുന്നു. എൻ്റെ അമ്മാമ്മ ലോകം തീരാറായി. ലെസ്ബിയൻ മാരേജ്. നിങ്ങളിവിടെ പല നെയ്യാറ്റിങ്കര ഉള്ളതാ. കഴിഞ്ഞ ദിവസം മോനുണ്ടായിരുന്നു നെയ്യാറ്റിങ്കര പ്രാന്തോട്ടം. പോലീസിൻ്റെ IG ആ പ്രസംഗം കേൾക്കാൻ വന്ന് 2 മിനിറ്റ് IG-ക്കും കൊടുത്ത് പുള്ളിയും പറയട്ടെ സ്വോത്രം. അദ്ദേഹം എന്നോട് പറയാൻ ഒരു കാര്യമുണ്ട്. 38കാരി നെയ്യാറ്റിങ്കരക്കാരി ഒരു ചേച്ചി കുണ്ട്രയുള്ളൊരു പെങ്കൊച്ചുമായിട്ട് കമ്പനിയായി. ഇപ്പം എന്തുവാ മൊബൈലിനകത്തൊരു എന്തുവാ ഒരു പരിപാടി ഉണ്ടല്ലോ, വാട്സപ്പല്ല മറ്റേ ഇൻസ്റ്റാഗ്രാമോ ഏത് ഗ്രാമോ സ്വോത്രം 500 ഗ്രാമോ സ്വോത്രം. അതിനകത്ത് പരിചയപ്പെട്ടിട്ട് അവളിപ്പം കൊല്ലം കോടതി കേസ് കൊടുത്തേക്ക് നെയ്യാറ്റിങ്കരക്കാരി കുഞ്ഞമ്മ 30കാരി കുണ്ട്രക്കാരിയെ കിട്ടണോ? തീർന്നില്ലേ പാസ്റ്റർ? സ്വോത്രം. പറഞ്ഞ ഞാനല്ല, IG എന്നോട് പറഞ്ഞതാ. പാസ്റ്റർ എവിടം വരെ ആയിരുന്നു വന്നിട്ട് സ്വോത്രം. ദാണ്ട് കത്തോലിക്ക സഭ, ഒരു സഭയെ ഞാൻ കുറ്റം പറ്റത്തില്ല. വിൻസെൻറ്റും ബ്രൂണോയും നമ്മുടെ നാടൻ ഭാഷയെ പൊന്നച്ചാനും തോമാച്ചാനും കല്യാണം. ദൈവം വെച്ച നിയമം മാറി അമ്മാമ. തീർന്നില്ല. സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ഞാൻ അമേരിക്ക വരെ പ്ലാനായി പിടിക്കുന്നത്. സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. കത്തോലിക്ക സഭ നല്ല സഭയുള്ളിടത്ത് ദാണ്ട് US-ൽ സ്വവർഗ വിഭാഗത്തിന് പച്ചക്കൊടി 51 സ്റ്റേറ്റിൽ. അടുത്ത ലോകം തീരാറായി. ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, അഡ്ലൈഡ്. ദാ കിടക്കുന്ന സ്വവർഗ വിഭാഗം. ദൈവം വെച്ച തക്ക തുണയെ മാറ്റി ദാണ്ട് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. നല്ല അരുമயான വാർത്ത കേട്ടാട്ട് സ്വോത്രം. ഇന്ന് രാത്രി ഇവിടെ കേൾക്കണം, കളിയലുകാർ കേൾക്കണം, കടയാലുമോട് കേൾക്കണം. എങ്കിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത്. അവള് ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ BE-ക്ക് പഠിക്കുന്നു. നല്ല പെൺകുട്ടി. കടയാലുമുട്ടിന്ന് പോന്നേ. അപ്പുറത്തേക്ക് വരുമ്പോൾ തൃപ്പരപ്പിൽ നിന്നൊരു പയ്യൻ ഇരിക്കുന്നത്. നിങ്ങൾ ചൊവ്വായിന്ന് വന്നതുകൊണ്ട് സ്ഥലം അറിയത്തില്ല സ്വോത്രം. ഞാൻ പറയാം, തൃപ്പരപ്പിൽ നിന്നൊരു പയ്യൻ പോന്നു. അവൻ ME-ക്ക് പഠിക്കുന്ന തക്കലയിൽ. കണ്ടോ, നിംസിനകത്ത്. ഇവർ 2 പേര് വീട്ടിൽ വണ്ടിയിലാണ് പോകുന്നത്. ഇവർക്ക് ഭയങ്കര സ്നേഹമായി. വീട്ടുകാരടുത്ത് പറഞ്ഞ് തിരുമണം നടത്തി തരാം. വീട്ടുകാർ പറഞ്ഞ് തിരുമണം നടത്തത്തില്ല. ഇവർ നേരെ എങ്ക പോയിരിക്കുന്നത് നമ്മുടെ കുമരി മാവട്ടം നാഗർകോവിൽ ചെറിയ കോടതി പോയി 5000 രൂപ വഴിയാധാരമായ 2 ആധാർ, കുഞ്ഞുങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടും. ലിവിങ് ടുഗദർ. അവർ പിന്നെ വീട്ടിലില്ല. കടയാലുമുട്ടിലെ മോളുമില്ല, തൃപ്പരപ്പിലെ പയ്യനുമില്ല. അവർ കുടിത്തറയ്ക്ക് താഴെ തോവാളയ്ക്ക് പോകുന്നിടത്ത് 3000 രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് 2 കൂടെ താമസം. ഇവരെ 2 വീട്ടുകാരും കൊണ്ട് പോലീസ് കാവൽത്തുറ അധികാരികൾക്ക് പരിഹാരം കൊടുത്തു. കാവൽത്തുറ അധികാരികൾ കന്യാകുമാരി സൈബർ നോക്കിയപ്പോൾ കുടിത്തറ നല്ല സുന്ദരമായിട്ട് 2 ഉണ്ട്. കാവൽത്തുറ അധികാരി ഇങ്ങ കടയാലുമുട്ടിൽ അപ്പാ വിട്ട് പേസിയിരിക്കുന്നത് കാലം 6 മണിക്ക് ഇങ്ങ വരണം. നിങ്ങ കാവൽത്തുറ അധികാരികൾ പോലീസ് വണ്ടി നമുക്ക് കുടിത്തറ പിടിക്കാമെന്ന്. 6:30 എൻ്റെ കയ്യോടെ പിടിക്കാൻ പറ്റും. കോളേജിലെങ്ങും പോകത്തില്ല. 6:30 അപ്പം കാവൽത്തുറ അധികാരികൾ. അത് കഴിഞ്ഞ് അപ്പാവും അമ്മാവും വാഗണറിനകത്ത് എവിടെ ചെന്ന് കുടിത്തറ തോവാള റൂട്ടിൽ ഇതായിരിക്കുന്ന പയ്യൻ മുറ്റത്ത് നോട്ടെഴുന്നു. പെങ്കൊച്ച് ചായ ഉണ്ടാക്കുന്നു. പയ്യൻ്റെ അടുത്ത് കാവൽത്തുറ അധികാരി പറഞ്ഞു, ജീപ്പുക്കുള്ള വക്കാർ 2 പരാതിയെ ലഭിച്ചിരിക്കുന്നത്. പയ്യൻ പറഞ്ഞു, സാർ 2 മിനിറ്റ് കിടക്കട്ടെ, ഒരു 2 മിനിറ്റ്. പയ്യൻ അകത്തുനിന്ന് പോയി കുമരി മാവട്ടല്ല നാഗർകോവിൽ ചിന്ന കോടതിയിൽ നിന്നൊരു പേപ്പർ ലിവിങ് ടുഗദർ. ഇത് CI വായിച്ചു. പോലീസ് കാവൽത്തുറ അധികാരി വായിച്ചിട്ട് അപ്പാവ് കുട്ടി കേളിട്ട് പറഞ്ഞു, ഒന്നുമേ കിടയാത്. ഉടനെ പെങ്കൊച്ച് പറഞ്ഞു, സാർ ടീയെ സാപ്പിടുങ്ക ഞാൻ കൊണ്ടുവരുന്നത് ഉള്ള ഒരു പാട്ട് ഉണ്മൈ നമ്പി വന്നേ ഞാൻ വെക്കപ്പാടേലെ മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. തീർന്ന് ഇന്ന് രാത്രി കേട്ടോ. അതുകൊണ്ടാ കുഞ്ഞമ്മാമ്മ കേൾക്കണം സമയം മേടിച്ചത്. അതുകൊണ്ടാ എൻ്റെ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ കുളന്തകളെ ചൊല്ലി കര ഉയർത്തുന്നവർക്കായി. എവിടം വരായി അമ്മാമ്മ സ്വോത്രം. മക്കളെ മാവുള്ളിടത്ത് തന്നെ കൺവെൻഷൻ വെച്ച കർത്താവിനായി നന്ദിയോടെ സ്വോത്രം. അതുകൊണ്ടാ പണ്ട് തപ്പച്ചൻ പറഞ്ഞ മക്കളെ മാമ്പുവിനെ നോക്കണ്ട, ഏത് സമയത്ത് വീഴുമെന്ന് സ്വോത്രം. ക്ലിയർ ആയില്ലയോ? ദൈവം വെച്ച നിയമം മാറ്റി. ലിവിങ് ടുഗദർ. ബാക്കിയുണ്ടോ? ഇഷാനും സൂര്യയും ട്രാൻസ്ജെൻഡർ മാരേജ്. അടുത്തത് കേട്ടോ സ്വോത്രം. ഇന്ത്യയിലെ സുപ്രീം കോടതി 2 വക്കീലന്മാർ ഒരുമിച്ച് താമസിക്കുന്നു. പെന്തിക്കോസുകാർ ഇതെല്ലാം കേൾക്കണം. ലോകം തീരാറായി. എന്താ സംഭവം? 2 വക്കീൽമാർ ഒരുമിച്ച് പെൺകുട്ടികൾ. ദൈവം വെച്ച കാർമ്മിക നിയമം മാറി. കേരള, തമിഴ്നാട് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇന്ന് വന്നു. ഇവിടെ പകുതി ആൾക്കാരും കേരളത്തെ അറിയുന്നവർ.
ചെറുക്കനും പെണ്ണും എവിടെ ഇരുന്നാലും വേണ്ടിയല്ല. ഓൺലൈൻ മാരേജ്. വരൻ ഉക്രൈൻ, വധു പുനലൂർ. ദാ കിടക്കുന്ന ഓൺലൈൻ മാരേജ്. ആചാരി വേണ്ട, പൂജാരി വേണ്ട, അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, വിവാഹമില്ലാത്ത കാലം. പറഞ്ഞു തരാം ഇതെവിടെ. ബാക്കി എല്ലാവരും കേൾക്കണം. ഇതാ പ്രസംഗം. 1991 അമേരിക്കയിൽ ഒരുവൻ വന്നു, ബിൽ ക്ലിന്റൺ. കേട്ടാട്ടെ, ബിൽ ക്ലിന്റൺ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ്? ഇവിടെ സ്വവർഗ വിഭാഗം. സകല പാസ്റ്റർമാരും സകല അച്ഛന്മാരും സകല തിരുമേനിമാരും പറഞ്ഞു, സാറേ അത് ചെയ്യരുത്, അത് ദൈവ നിയമത്തിൽ വരുത. അമേരിക്കൻ ഡോളറിനകത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അരുമயான ചെറുപ്പക്കാരെ, ഊഴിയക്കാരെ, വാലിബരെ, இந்த നാൾക്കൽ നിങ്ങൾ ഉണ്മயான ദേവൻ ചെയ്തികൾ തികക്കണം. കാലം തീരാറായി. അന്ന് തൊട്ട് അമേരിക്ക കാറ്റടിച്ചു. ഏതാ കാറ്റെന്നറിയാമോ? കുഞ്ഞുങ്ങളുടെ പേര് റീത്ത, കത്രീന, ഫ്ലോറൻസ്, ലോറൻസ്. നിങ്ങൾ ആൾക്കാർ കുമരി മാവട്ടത്തിൽ അരുമയാണ് வெளிநாட்டுக்கு வேலை பார்க்குற பிள்ளைகள் இந்த திருவனந்தபுரம் ஏர்போர்ட்னு வெளிநாட்டுக்கு போகுது. நீங்க எல்லாம் ஏர்போர்ட் பார்த்துருக்குது. சாக்கா ஏர்போர்ட் அருமையான ஒரு விமானம், உயருது 33,000 அடி. കേട്ടോ കുഞ്ഞുങ്ങൾ, അമേരിക്ക അവിടെ കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ റഡാർ ഇരിപ്പുണ്ട്. അതിന്റെ പേര് നാസയുടെ റഡാർ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. இந்த വിജ്ഞാനത്തെ പഠിക്കുന്നത് കുഞ്ഞുങ്ങൾ, സയൻസ് பார்க்குறது കുഞ്ഞുങ്ങൾ. അത് താൻ സയൻസിൽ പേശുகிறது ബട്ടർഫ്ലൈ എഫക്ട്. വിമാനത്തെ കാണത്തില്ല, ഒരു പട്ടം പറക്കുന്നത് പോലെ കാണാൻ പറ്റും. അത്രയും വലിയ ക്യാമറ ഉള്ളവൻ അമേരിക്ക. പക്ഷേ ഈ ക്യാമറകൾക്കൊന്നും അമേരിക്ക കാറ്റടിക്കുന്നത് കാണുവാൻ കഴിഞ്ഞില്ല. இந்த നൽസേരി കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ഞങ്ങൾ വസനത്തെ കേൾക്കുന്ന ദൈവമക്കളെ, യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവേ, യഹോവ നിന്നെ കീറിക്കളയും, നിന്നെ വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. രാത്രി ലോകം തീരാറായി. ബാക്കിയൂടെ കേട്ടോ, ബിൽ ക്ലിന്റൺ രണ്ടാമത് അമേരിക്കയുടെ പ്രസിഡന്റായി. അന്ന് വേറൊരു കാര്യം കൊണ്ടുവന്നു, അബോർഷൻ. എല്ലാവരും കേട്ടാട്ടെ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞു, സാറേ മക്കളെ യഹോവ തരുന്ന ദാനം യഹോവയുടെ പ്രതിഫലം, ഒരിക്കലും ബില്ല് ഒപ്പുവെക്കരുത്. ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ തമിഴ് മക്കളെ, കുമരി മാവട്ടത്തിലെ സഹോദരങ്ങളെ, 50 സഹോദരങ്ങളെ, ഇന്ന് രാത്രി അമേരിക്ക 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരി വയറ്റിയിട്ട് ഞെക്കും മക്കള്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആശുപത്രി ചെന്നിട്ട് പറയും ചത്തുപോയി, കേസില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു പയ്യൻ, എല്ലാവരും കേട്ടാട്ട്. അവൻ, ഞാൻ കാനഡയിൽ പോയിട്ടുള്ള ആളല്ല, അവൻ കാനഡയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, 10ാം ക്ലാസ്സിൽ അവനെ ഞാൻ പഠിപ്പിച്ച റോബർട്ട്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സാറേ കേരളത്തിൽ മയക്കുമരുന്ന് കടയുണ്ടോ? അവിടെ ബിവറേജസ് ഉള്ള കാനഡയിൽ മയക്കുമരുന്ന് കടയുന്നു. സ്വോത്രം. അവൻ പറഞ്ഞു, ആൽബർട്ട. അത് കഴിഞ്ഞ് നയാഗ്ര ഫാൾസ്, ഒണ്ടേറിയ, വാൻകൂവർ. ഇവിടെ പോയ മലയാളി പെൺപിള്ളാർ, തമിഴ്നാട്ടുകാർ എനിക്ക് അറിയത്തില്ല, ഇല്ലാത്ത കാര്യം പറയത്, അഭിഹിത ഗർഭം, മലയാളം, കളിക്കാവിളെ വണ്ടി കയറി കേരളത്തിൽ നിന്ന് വരുന്നത് പോലെ കാനഡ അമേരിക്ക ബോർഡറിൽ പോയി അവിടുന്ന് അബോർഷൻ. അർത്ഥം, കാനഡയിൽ അബോർഷൻ ഇല്ല, അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അബോർഷൻ ചെയ്യുന്നു. എവിടം വരായി? അന്ന് തൊട്ട് അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി. ഇന്ന് രാത്രി ഇന്ന് നൽസേരി കൂട്ടം 2025 നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്ക്, അമേരിക്കയിലെ 36 ബാങ്കുകൾ പൊട്ടി. നമ്പർ 1 JP മോർഗൻ, 2 ഇൻവെസ്റ്റ് അമേരിക്ക, 3 സിറ്റ്സ് അമേരിക്ക. ബാങ്കുകളെല്ലാം പൊട്ടി. പെന്തിക്കോസ്തുകാരുടെ കാറ്റും തീരാറായി. പൈസ ഉള്ളവർ വെച്ചോ. അമേരിക്കക്കാരുടെ പ്രോപ്പർട്ടി എല്ലാം വിൽക്കുക. റാന്നിയിലും ഇന്നലെ മാവേലിക്കര ചെന്നപ്പോൾ അവിടെ ആരോ പറയുന്ന 2 വീട് വിൽക്കാൻ ഉണ്ടെന്ന്. സ്വോത്രം. അങ്ങനെ സകലരും വിൽക്കാൻ പോവുക. തിരുവനന്തപുരത്തും ഇത് തന്നെ, അമേരിക്കക്കാരുടെ പ്രോപ്പർട്ടി മുഴുവൻ വിൽക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ? ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബന്ദിക്കോസുകാർ, IPC-കാരും ചാരോങ്കാരും ചർച്ചക്കോടുകാരും എല്ലാം പോസ്റ്റിട്ട്, ഞങ്ങളുടെ രക്ഷകൻ വന്ന്, ഞങ്ങളുടെ രക്ഷകൻ വന്ന്. നിന്റെ രക്ഷകനല്ല ട്രംപ്. ട്രംപ് എന്തിനാ വന്ന? ഇസ്രയേലിന്റെ രക്ഷയ്ക്ക്. ഇയ്യോബിനകത്ത് എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികൾ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ. ഇപ്പോഴത്തെ ഹമാസ് സംഘടനത്തിനകത്ത് ഇസ്രയേലിനെ താങ്ങാൻ ഒരുവനെ വേണം. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും. സ്വോത്രം. പെന്തിക്കോസ്തുകാർ കേട്ടാട്ട് എല്ലാ ദിവസവും വാ, നാളെയും കൂടെ ഉള്ള കേൾക്കാം. ട്രംപ് വന്നു. ട്രംപ് പറഞ്ഞു വന്നപ്പോൾ പെന്തിക്കോസ്തുകാരിട്ട്, ഞങ്ങളുടെ രക്ഷകൻ. എന്തോത്തിന്റെ രക്ഷകൻ? സർദാക്കന്മാരെല്ലാം കാലിനകത്ത് സ്വോത്രം ചങ്ങല ഇട്ടാവും വണ്ടി കയറ്റിയവനാ ട്രംപ്. സ്വോത്രം. പിന്നെ ട്രംപിന്റെ ഒരു ഗുണമുണ്ട് അമ്മാമ്മേ, എവിടെ ചെന്നാലും അവൻ യേശു രക്ഷകൻ എന്ന് പറയും. ഞങ്ങളുടെ പെന്തിക്കോസ്തുകാരിന്ന് മിണ്ടാതിരുന്ന ദൈവം എന്ന് പറയും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ കാര്യം, ട്രംപിന്റെ പ്രത്യേകത, അവനൊരു പ്രാർത്ഥനയുള്ളു. അവൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയെന്ന്. നമ്മുടെ അമ്മ ഓലപ്പായി ഇരുന്ന് കരഞ്ഞ്, കർത്താവേ കഞ്ഞിയും വെള്ളവും തന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കരുതെന്ന് നിലവിളിച്ചോണ്ട് ഇന്ന് വീടായി, ATM കാർഡായി, ഗൂഗിൾ പേ, GPayയുമായി. അമ്മ എവിടെ, അപ്പൻ എവിടെ, ഓർമ്മ പോലുമില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ട്രംപിനൊരു കാര്യം, അവിടെ ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും 2 മിനിറ്റ് പ്രാർത്ഥിക്കണം.
എന്നിട്ട് പൈലി ഒപ്പിടാവും. നമ്മുടെ സഭായോഗം പെന്തിക്കോസ്തേ പോയി ദാ വന്നു. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. മൂന്നാമത്തെ കാര്യം 4, ട്രംപ് 50,000 ബൈബിൾ ദാണ്ട സ്കൂളിൽ വെച്ചേക്കുന്നു. കുഞ്ഞുങ്ങൾക്കും എടുക്കാം, വീട്ടിലും കൊണ്ടുപോകാം. 4ാമത്തെ കാര്യം. പിന്നെ ലോകത്തെ യുക്തിവാദികൾ, ദൈവം ഇല്ലെന്ന് പറഞ്ഞ നാസ്തികന്മാർ കേൾക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ പുള്ളിയായ അമേരിക്കയുടെ ട്രംപ് കഴിഞ്ഞ ദിവസം പറയാ, യേശു ക്രിസ്തു അല്ലാതെ ഇനി അമേരിക്കയ്ക്ക് രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി. ഇവിടുത്തെ നാട്ടുകാർ കേൾക്കട്ടെ. കുമരി മാവട്ടത്തൊക്കെ MLA അല്ല പേശുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു ഇനി യേശു ക്രിസ്തുവിന് മാത്രമേ ഇനി അമേരിക്ക രക്ഷിക്കാൻ പറ്റുമെന്ന്. തീർന്ന മാമേ, കാലം തീരാറായി. ആരാ ഇന്ന് ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ? സ്വോത്രം. അമേരിക്കയിലെ ബാങ്കെല്ലാം പൊട്ടുന്നു. ഗൾഫ് രാജ്യക്കാരാണോ ഭാഗ്യവാൻ? ഇസ്രായേലിൻ്റെ അടി, പാകിസ്ഥാൻ്റെ അടി, അവിടെ എണ്ണവില കുലുങ്ങുന്നു. ഗൾഫിൽ വെളിനാട്ട് വേല പാക്കുന്ന പിള്ളേരാണോ ഭാഗ്യവാൻ? ഇല്ല. ആറാട്ടുകുഴിയിലെ കുഞ്ഞച്ചായനാണോ ഭാഗ്യവാൻ? 15 ഏക്കറാ കുഞ്ഞച്ചായന്. ഇപ്പൊ ദാ കാറ്റടിച്ച് എല്ലാം പോയി, റബ്ബറിനകത്ത് പട്ടയില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അത് കഴിഞ്ഞ് ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? ഇന്ന് രാത്രി ആറാട്ടുകുഴിയിലും അല്ലെ അമ്പാടി എസ്റ്റേറ്റുള്ള കളിയുള്ള ചേട്ടനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാൻ. ഇന്ന് നൽസേരി കൂട്ടങ്ങൾ, ഭാഗ്യകരമായ ഒരു കൂട്ടം ഇവിടെ ഇരിപ്പുണ്ട്. ആരാമ്മച്ചി, ആരാപ്പച്ച, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറ. മാറുമോ? നിയമം മാറുമോ? ഒരു 2 വാക്യം ഇടവേള. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25. മോള് പടപട വായിച്ചാട്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ നിയമത്തെ മാറ്റുമോ? ദാനിയേൽ 7:25. He will take in the land order. എടുത്താട്ട് വൈരുമോളെ. അവൻ അത്യുന്നതനായവന് വിരോധമായി, ഏതെന്റെ പൂങ്കാവനത്തിനകത്ത് ദൈവം വെച്ച കാർമിക നിയമത്തെ തകർത്ത അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും, അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും, സമയങ്ങളെയും നിയമങ്ങളെയും. അതാ എല്ലാവരും நல்ல தானியல் தீர்க்கதரிசியின் கடிதம் தமிழ் பைபிள் உன் கையில் இருக்குது. டைம் നിയമത്തെ മാറ്റു, സമയത്തെ മാറ്റു, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് കാലവും കാലങ്ങളും. കാലം 7, കാലാംശം 3.5. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവം മഹോപദ്രവം എത്ര ക്ലിയർ. കാലവും കാലാംശവും അവർ അവന്റെ കയ്യിൽ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അമ്മമ്മേ, അവൻ വരുന്നതിനും വിട്ടുവിടെ നിയമം മാറ്റി. 2ാമത്തെ നിയമം പോസ്കോ. തമിഴ്നാട്ടിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. എവിടം വരെയായി വായിക്കുന്നു? ബൈബിൾ എടുത്താട്ട് യെശയ്യാ പ്രവചനം 3:12. മോള് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 3:12 ആണെന്ന് തോന്നുന്നു. ബൈബിൾ എടുത്താട്ടെ. ഇവിടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. വായിച്ചാട്ടെ മോളെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഓടിപ്പോകരുത്, നാട്ടുകാരെല്ലാം കേൾക്കണം. ബൈബിൾ ദാ കിടക്കുന്നു. കുട്ടികൾ. നമ്മുടെ ബാലരാമപുരം ഒരു സെന്ററിനെ തന്നെ വിളിക്കാം. ശോഭൻ രാജ് ഭാഷ വിളിക്കാം. ഇതാ കിടക്കുന്നു ബാലരാമപുരം. 9 മാസവും 9 ദിവസവും 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച് 2 വയസ്സുള്ള ദേവനന്ദെ രാത്രി കിണറ്റിയിട്ട് കൊന്ന കേരളം. കര ഉയരുന്നില്ലല്ലോ മാമേ. പത്രം വായിച്ചവർക്കായി സ്വോത്രം. അടുത്തത് കേൾക്കണോ? കഴിഞ്ഞ ദിവസം പ്ലാൻ തൊട്ട ഇവർക്കറിയാം. പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി CSI-കാരോ അവിടുത്തെ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, കർത്താവ് വരാറായെന്ന്. ഞാൻ പറയും, ദർശനം കിട്ടിയോ? എൻ്റെ അമ്മാമ്മയെ കേൾക്കണം. 4 ലക്ഷം രൂപയ്ക്ക് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ചതിന് വെച്ചതിനെ കാശാക്കിയ പൂവാർ എവിടം വരായി? എന്തായി കേരളം? അടുത്തൂടെ കേൾക്ക്. തമിഴ്നാട് എനിക്ക് தெரியாது. കഴിഞ്ഞ ദിവസം വൈറ്റില് അരുമയാണ് കൺവെൻഷൻ കൂട്ടാവും. അങ്ങ് ഒരു ഊളിയക്കാരൻ എന്നിട്ട് പേശിയിരിക്കുന്നത് ഒരു പെൺകുട്ടി 1.5 മാസം പ്രായമുള്ള കുഞ്ഞ്. അവൻ ഹസ്ബൻഡ് പോയി, ഭർത്താവ് പോയിരിക്കുന്നത്. അവളൊരു പണി ചെയ്തു. മാമേ കേട്ടോ? കഴുത്ത് ഞെരിച്ചു. ആമസോണിന്റെ കൊറിയർ വന്ന കവറിൽ എറണാകുളത്തോടുന്ന പച്ചവണ്ടിക്കട മുറ്റയിൽ എറിഞ്ഞു കൊടുത്തു. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ. കുട്ടികൾ. കേരളം 2 വർഷമായി 400 പോസ്കോ. ബാക്കിയൂടെ അടുത്തവിടെ കേട്ടു. കേരള നെല്ല് അവിടെ നിൽക്കട്ടെ മോളെ. കേരളത്തിൽ അടുത്ത കാര്യം സ്വോത്രം. കഴിഞ്ഞ ദിവസം ആലുവ, കളമശ്ശേരി എല്ലാവരും കേട്ടാട്ടെ. അവിടെ ഒരു പെൺകുട്ടി, ഭർത്താവ്, 1.5 വയസ്സുള്ള മോൻ ഇതായിരിക്കുന്നു. കുരുത്തക്കേട് കാണിക്കരുത്. അവസാന ദിവസം ചോക്ലേറ്റ് ഉണ്ട്. സ്വോത്രം. മിണ്ടരുത്. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വോത്രം. 1.5 വയസ്സുള്ള മോൻ സൂര്യനെ പോലെ. അവക്ക് 2ാമതൊരു കാമുകനെ കിട്ടി. കേൾക്കണം കുഞ്ഞുങ്ങളെ. അവൻ വന്ന പറഞ്ഞ്, ഈ കൊച്ചിനെ കൊല്ലാമെങ്കിൽ നിന്നെ ഭാര്യയാക്കാം. അവൾ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ദാണ്ടെ കഥകിന്റെ ഇടയ്ക്കിട്ട് കഴുത്ത് ഞെരിച്ചു. ഇറുകി ചത്തു. കളമശ്ശേരി ചെന്നപ്പോൾ കള്ളം പറഞ്ഞു. കഥകിന്റെ ഇടയ്ക്ക് കൊച്ചു കയറിയെന്ന്. 1.5 വയസ്സുള്ള കൊച്ച്. അടി കിട്ടി. പോലീസുകാർ വന്നു. ആദ്യ ഭർത്താവിന്റെ നമ്പർ 2നെ ലോക്കപ്പിൽ. 1 മാസം അവർ ഓൺലൈനിൽ പത്രത്തിൽ കൊടുത്തു. ആരും വന്നില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, കാവൽത്തുറ അധികാരി, IPS പെരിയമാന ആഫീസർ അവരെന്ത് ചെയ്തു? 30 ദിവസം ഫ്രീസറിൽ വന്നില്ല. അവർ ആരാ? മരുത്തോമലക്ക് കേട്ടിരിക്കുന്നത്. ഇങ്ക കുഞ്ഞനെ നിങ്ങൾ അടക്കാതെ ഞാൻ അടക്കാം. 6000 രൂപ പെട്ടി.
അതിനകത്തൊരു സ്റ്റിക്കർ, മകനെ വിടാ. 3 കിലുക്കും ഇട്ടിട്ട് ഒരു അരുമയാണ് കാവൽത്തുറ അധികാരി 1.5 വയസ്സുള്ള കുഞ്ഞിനെ സെമിത്തേരി കൊണ്ടുപോയി അടക്കി കൊച്ചി. ബൈബിൾ കക്ഷത്തിൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ക്ലിയറായോ മാമേ? സ്വോത്രം. ഒരു കുഞ്ഞിന് വേണ്ടി അസേറ്റിയിലും ക്രെഡൻസിലും 8ഉം 10ഉം കൊടുത്ത് രാവിലെ കാത്തിരിക്കുമ്പോൾ പിള്ളകളെ ഞെരിച്ചു കൊല്ലുന്ന ബാല രാമാപുരം. അടുത്തൂടെ വായിച്ചാട്ട് മോളെ. സ്ത്രീകൾ അവരെ വാഴുന്നു. ഇന്ന് രാത്രി തമിഴ്നാട് എനിക്ക് തെരിയക്കൂടാതെ കേരളത്തിൽ ഒരു സമ്മേളനം വന്ന് ഹേമ കമ്മിറ്റി സീരിയലുകാരും സിനിമാക്കാരും നിങ്ങ ബന്ധുക്കൾ കേരളത്തിൽ இருக்குது. பக்க தாராட்டுழி வெள்ளரடை மண்ணாத்திப்பாறை குரிசுமலை இருக்குது. அதுக்கு தான் பேசுறது 6 காணி சமாதான பருவம் இருக்குது. அவரோட பேசுகிற കേരളത്തിൽ ഒരു സിനിമ റിപ്പോർട്ട് വന്നു. അത് വായിച്ചിട്ട് പോലീസ് അധികാരികൾ കൊടുത്തില്ല. മുഖ്യമന്ത്രി പൂഴ്ത്തി വച്ചിരിക്കുന്നു. നടിമാരും സീരിയലുകാരും കൊടുത്തേക്കുന്ന അമ്മമാർ പെൺകുട്ടികളെ പണത്തിന് വേണ്ടി സിനിമയ്ക്ക് വിറ്റ് കാശാക്കിയ കേരളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതുകൊണ്ട് ആ പോലീസ് പുറത്തുവിടാത്ത സീരിയൽ താരങ്ങൾ അന്ത്യകാലമായോ കുഞ്ഞമ്മാമേ? ജനം വഴി തെറ്റുന്നു. അടുത്ത വാക്ക് വരുമോളെ. എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ. അയ്യോ, അതുകൊണ്ടല്ലേ കടബാധൊക്കെ ഇരുന്ന് തോമാച്ചാൻ പറയുന്നത് നല്ല കാലം പോയി. കാർത്തിയാനി അമ്മച്ചി വീട്ടുമുറ്റത്തിരുന്ന് കലികാലം മനസ്സിലാകുന്നവർക്കായി കുഞ്ഞമ്മാമേ കരം ഉയർത്ത് കലികാലമായി. എന്റെ ജനമോ നിന്നെ നടത്തുന്നവർ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഭൂമി തീരാറായി. ഒരിടവേളയിലേക്കോ 3 വാക്യം കൂടെ. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം പറഞ്ഞു. വായിക്കാം. ആരുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത്? വായിച്ചിട്ട് മോളെ. പൗലോസ് ലേഖ ധന്യം ചൊല്ലി. എഫേസ്യ ലേഖനം അധികാരം 5 വസനത്ത് വാസിക്കരുത്. 15, 16 വാക്യങ്ങൾ. ഈ ലോകം തീരാറായി. എഫേസ്യ ലേഖനം 5, 15, 16 വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അത് വായിച്ചിട്ട് കരമുയർത്തണം. വായിച്ചാട്ടെ. ഇത് ദുഷ്കാലമാകയാൽ. കരമുയരുന്നില്ലല്ലോ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. മതിമക്കളെ. കേരള ഭാഷ കൊത്തി മുറത്തി കയറുന്ന കോളിയെ അമ്മിണി ചേച്ചി അപത്തായത്തിലെ പിച്ചാത്തി എടുക്കത്തില്ല. അരകല്ലും മേളെ സവാള പോട്ടിരുന്ന ചിന്ന കത്തി എടുത്ത് ഗ്രില്ലിൽ കൂടെ എറിഞ്ഞ് കോളിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇന്ന് അരുമயான നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് ഇറവ് കളിയലേ. എന്ന് രാത്രി ചിറ്റാറ് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴം മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. തായെ തകർപ്പർ തമ്പി തങ്കച്ചി இந்த നാൾക്കളിൽ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട. സ്വോത്ര കാഴ്ചകൾ വാരി കൊടുക്കണ്ട. இந்த നൽസെയ്തി കൂട്ടങ്ങൾ 2ാമത് നാൾ இந்த ஒலி பக்கத்தில் எங்க இருக்குதா? നെഞ്ചത്ത് കൈവച്ച് യേശുപ്പ എൻ രക്ഷകൻ, യേശുപ്പ എൻ കർത്താവ്, യേശുപ്പ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തേ. ഇന്ന് രാത്രി ചിറ്റാറി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Now we are going a short break. ഇപ്പോഴത്തെ സമയത്തിന്റെ പ്രത്യേകത എന്താ? ആരും മിണ്ടുന്നില്ലല്ലോ. ആരും മിണ്ടുന്നില്ലല്ലോ. ചിക്കൻ കഴിച്ച കുഞ്ഞമ്മാമ്മയും മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഒന്നുറക്കെ പറഞ്ഞാട്ട് ഭാഷ പേടിക്കണ്ട. സ്വോത്ര കാഴ്ച പെന്തിക്കോശാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് സ്വോത്രന്മാരെ പോരാ. ഇപ്പോൾ നമ്മുടെ പാട്ട് പാടുമ്പോൾ കർത്തൻ വേലയ്ക്ക് വേണ്ടി ഒരു നന്മയെ കൊടുക്കണം. 3 വാക്യം വായിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞ് കറക്റ്റ് ടൈമിൽ അവസാനിക്കും. ആരും മതിൽ ചാടരുത്. നല്ല കർത്താവ് അന്തരീക്ഷം ഇത്രയും പേരെ കൊണ്ടുവന്നതിനാൽ കോടാനുകോടി സ്വോത്രം. മക്കൾ പാടിയാട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കും. അവസാനം പാട്ട് പാടി അരുമയാണ് തമിഴ് പാടൽ പാടി അവസാനിക്കും. വന്നാട്ട് മക്കളെ പാടിയാട്ടെ. യെസ്.
സന്തോഷമുള്ള ദൈവമക്കൾ കരത്തെ തട്ടി കർത്തർക്ക് മഹിമ കൊടുക്കുക. ഇന്ന് വരെ നാം ആയിരിക്കുന്നത് ദൈവൻ കൃപൈ. 2 വാക്യങ്ങൾ വായിക്കും, അവസാനിപ്പിക്കും. ബാക്കി നാളെ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. അങ്ങനെയെങ്കിൽ ലോത്തിന്റെ കാലത്തെ തുടക്കം അമേരിക്കയിലായി. ശ്രദ്ധയോടെ ഇരിക്കണം. 2 വാക്യങ്ങൾ. ഈ രാത്രി എന്താ ലോത്തിന്റെ കാലത്തെ തുടക്കം? എല്ലാവരും കേട്ടാട്ടെ. ഇന്ന് രാത്രി ശ്രദ്ധയോടെ 2 കാര്യങ്ങൾ പറയുമ്പോൾ അവസാനിക്കും. 2025 ജനുവരി മാസം 5-ാം തീയതി എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയിൽ സിനിമാ താരങ്ങളുടെ നൈറ്റ് പരിപാടി, ഹോളിവുഡിൻ്റെ താരനിശ. 2 പെൺകുട്ടികൾ എഴുന്നേറ്റ് നിന്നിട്ട് ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആരാ പറഞ്ഞ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയത്? അത് തെറ്റാന്ന് 2 പെൺകുട്ടികൾ പറഞ്ഞു. നെവർ, ദാറ്റ് ഈസ് എ ഫിനോമിന. 48 മണിക്കൂർ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി അരുമயான സെയ്തിൻ കൂട്ടങ്ങളിൽ 2ാമത് രാത്രി അമേരിക്ക ലോസ് ആഞ്ചലസ് 48,000 ഏക്കർ കത്തിപ്പോയി. 28,000 വീടുകൾ കത്തി. 38 പേർ തീക്കകത്ത് വന്ന് മരിച്ചു. ലോത്തിന്റെ കാലത്ത് സാമ്പിൾ വെടിക്കെട്ട് അമേരിക്ക. ഇന്ന് രാത്രി കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. എന്താ ലോത്തിന്റെ കാര്യം പറയാം. അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് 2 ദൈവദാസന്മാർ വന്നു. അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, സോതോമിൻ്റെ നിലവിളി വന്നു. വാട്സപ്പല്ല, കല്ലും മണ്ണും നിലവിളിച്ചു, ഞങ്ങൾ സോതോമിലേക്ക് പോവുക. അപ്പോൾ അബ്രഹാം പറഞ്ഞു, സത്യാസ് പറഞ്ഞു, പാഷ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഔട്ട് സ്റ്റേഷൻ വർക്ക് ഷാരോൻ്റെ സോതോമിലുണ്ട്, അവിടെ പാസ്റ്ററും ഉണ്ടെന്ന്. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറക്കി. ചർച്ചും ഇല്ല, പാസ്റ്ററും ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം തമ്പയറും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പ്രതിപുരുഷനുമില്ല. സ്വോത്രം. അപ്പം സ്വർഗം നോക്കി 5 ഉണ്ടോ, 3 ഉണ്ടോ, 2 ഉണ്ടോ, ഒന്നുമില്ല. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചിറ്റാറിനോട് പറയാനുള്ളത് എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. ദേശത്ത് മുട്ടുമടക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ ദേശത്തിനകത്ത് ന്യായവതി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാവൽക്കാര നീ മയങ്ങുന്നതെന്ത്? എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ പട്ടണത്തിന് തൊട്ടടുത്ത് വെള്ളറുടെ അരുമയാണ് ഒരു ഊളിയക്കാരൻ, പാസ്റ്റർ എം പൗലോസ്. എല്ലാവരും കേട്ടാട്ടെ. അദ്ദേഹം രാമേശ്വരത്ത് പോയി. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. അദ്ദേഹം രാമേശ്വരത്ത് പോയി ദൈവസഭ വളരെ കാര്യമായിട്ട് പണിഞ്ഞു. ഇന്ന് രാത്രി സുനാമി അടിക്കുന്നതിൻ്റെ തലേന്ന് ശനിയാഴ്ച, ഞായറാഴ്ച സുനാമി. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. ഞാൻ ശനിയാഴ്ച രാവിലെ കർത്തൃദാസൻ ദൈവസഭയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഒരു കാര്യം പാസ്റ്റർ എം പൗലോസിനോട് പറഞ്ഞു, നാളെ രാമേശ്വരത്ത് ഒരു സംഭവം നടക്കാൻ പോവുക. നിന്റെ ചർച്ചിലുള്ള സകലരെയും കൂട്ടി പ്രാർത്ഥന ആരംഭിച്ചോളാം. എല്ലാവരും കേട്ടോണേ. വെള്ളറടക്കാം. എന്താ സംഭവിച്ചതെന്നറിയാമോ? പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ മക്കളെ വിട്ടു. ബസ്സിനകത്ത് സകല ആൾക്കാരെയും കൊണ്ടുവന്നു. ശനി പകൽ രാത്രിയും പ്രാർത്ഥന. രാവിലെ കട്ടൻ കാപ്പി കൊടുത്തു. 9:30 സഭായോഗം തുടങ്ങി. തമ്പേർ അടിച്ച് പാടിയപ്പോഴാണ് ഇന്തോനേഷ്യയിലെ സുനാമി. എവിടെ തൊട്ട്? രാമേശ്വരത്ത് തെങ്ങിൻ്റെ പൊക്കത്തിനകത്ത് 6 മീറ്റർ തിരമാല. മദ്രാസിലെ മറീന ബീച്ചും തകർന്നു. എം പൗലോസ് പാസ്റ്റർ സാക്ഷ്യം പറയുന്നുണ്ട്. തമ്പേർ അടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചർച്ചിനകത്ത് കടക്കാതെ പ്രാർത്ഥനയെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി രാമേശ്വരത്ത് മാത്രമല്ല കളിയലിലും ഇന്ന് രാത്രി ചിറ്റാറ് പ്രാർത്ഥിക്കുന്നവനെ കാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി നമ്മളൊന്ന് പോകണം. ഇവിടെ എന്ത് നടക്കുമെന്ന് ബാക്കിയൂടെ പറഞ്ഞുതരാം. സ്വോത്ര. അപ്പം ദൈവത്തിൻ്റെ ദാസന്മാർ എവിടെ പോയി? അമേരിക്കയിലോട്ട് പോവാ. ദൈവത്തിൻ്റെ ദാസന്മാർ എവിടെ പോയി? സോതോമിൽ പോയി. ഇപ്പം ലോത്ത് പട്ടണബാധികരിക്കുക. അമ്മാമ്മ അപ്പം വീട്ടിൻ്റെ ഭരണാധികാരി. സ്വോത്രം. ലോത്തിനോട് ദൈവദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞ് പട്ടണത്തിലേക്ക് ഓടണം, പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്ത് വരണം, തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ ലോത്ത് ഷാരോൻ്റെ തിരുവല്ല കൺവെൻഷൻ കേട്ടിട്ടുണ്ട്, മണക്കാല കേട്ടിട്ടുണ്ട്, നെയ്യാറ്റിങ്കര റീജിയൻ കേട്ടിട്ടുണ്ട്, വെള്ളറുടെ ജയം കേട്ടിട്ടുണ്ട്. ആനപ്പാറ ഗുഡ് ന്യൂസിൻ്റെ സ്റ്റാളിൽ നിന്നതായിരുന്നു ലോത്ത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ലോത്തിന് പിടികിട്ടി കാര്യം തീരാറായി. ഉടനെ അമ്മാമ്മയോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് ശരിയായിക്കോ. കമാൻഡർ ജീപ്പും എടുത്തു. സ്വോത്രം സ്റ്റാർട്ടാക്കി. കുഞ്ഞുങ്ങളോട് കയറാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്ക് കയറാൻ ഇച്ചിരി പാട്. എല്ലാവരും കേട്ടാട്ട്. കല്യാൺ സിൽക്സിൽ നിന്ന് കിട്ടിയ സാരി ഇതുവരെ കന്യാകുമാരി പോയി ഉടുത്തിട്ടില്ല. 2 ആപ്പിളിൻ്റെ മൊബൈൽ ഫോൺ വന്നിട്ട് 2 സിം ഇട്ട് വൈഫൈ റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 3 കാട്ടാക്കട ബിസ്മയെന്ന് കൊണ്ടുവന്ന ഐസ്ക്രീം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. പാൻ പറ്റുമോ? 4ാമത്തെ കാര്യം, കുക്കറിനകത്ത് 8 ചിക്കൻ കാല് കിടക്കുക. എന്തിനാ? മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ. സ്വോത്രം. എങ്കിലും അമ്മാമ്മ എങ്ങനെങ്കിലും വലിച്ചു കയറ്റി. സ്വോത്രം. നെയ്യാറ്റിങ്കര കഴിഞ്ഞു, ഉദയംകുളങ്ങര കഴിഞ്ഞ് സോവേർ തമിഴ്നാടെന്ന് കണക്ക് കൂട്ടിക്കോ. ഏകദേശം പാറശാല ഇഞ്ച് വെള്ളമായപ്പോൾ അമ്മാമ്മ പറഞ്ഞു ഒന്ന് ചവിട്ടിയാക്കാൻ. 1 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലാകുന്നവർക്കായി. ലോത്ത് വിചാരിച്ച് എന്തെങ്കിലും അർജൻറ്റാന്ന്. സ്വോത്രം. ലോത്ത് ചവിട്ടി. കമാൻഡർ ജീപ്പിൽ നിന്ന് അമ്മാമ്മ പുറകോട്ടിറങ്ങി.
ഗ്ലാസ്സിൽ കൊടുന്ന് വണ്ടിയുടെ ഗ്ലാസ് മുക്കുമല്ലോ. നോക്കിയപ്പോൾ 30 കുഞ്ഞുങ്ങളോട് ലോത്ത് പറഞ്ഞു, പോയവള് പോട്ടെ, ഒറ്റ പോക്ക്, ഫസ്റ്റ് ഗിയർ ഇട്ട് സോവേറി ചാടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് അമ്മാമ്മ കൈവിടപ്പെട്ട് പോകരുത്. സ്വോത്രം. ലോത്ത് സോദോവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. ഇന്ന് 400-ൽ പര സ്ക്വയർ കിലോമീറ്റർ ഇസ്രായേലിനകത്ത് കത്തിക്കിടപ്പുണ്ട്. അമേരിക്കയിൽ ഒരു നല്ല സുവിശേഷം ഉണ്ടായിരുന്നു. ബില്ലി ഗ്രഹാം അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിനകത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങിയെങ്കിൽ, ഇന്ന് ഇസ്രായേലിനകത്ത് ന്യായവിധി ഇറങ്ങി അമേരിക്കയെ ദൈവം തീയിട്ടില്ലെങ്കിൽ കർത്താവ് സോദോമിൽ പോയി മാപ്പ് പറയേണ്ടി വരും. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. 2025 48,000 ഏക്കർ, 28,000 വീട്, 38 സിനിമാ താരങ്ങളിലൊക്കെ തീക്കകത്ത് വെന്ത് മരിച്ചു പോയെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ പ്രവചനം നിവർത്തി. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവ് ഇന്ന് രാത്രി എത്ര ക്ലിയറായി. ഇസ്രായേലിന്റെ സ്കൂപ്പർ വിമാനം എടുത്തുകൊണ്ട് വന്ന തീ കെടുത്തിക്കളഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോവേറിലേക്ക് കൊണ്ടുപോയതുപോലെ ഈ തലമുറയിൽ ഒരു ഒഴിച്ചുമാറ്റൽ കളിയെല്ലാം ചിറ്റാറ് നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. അരുമയാന ഊളിയക്കാരെ, തമ്പി തങ്കച്ചി, അന്ത നാൾക്കളില് ലോത്തൊക്കെ കരം പിടിക്കാൻ ദൂതൻ ഇരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൂതനല്ല, പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭയെ ചേർക്കുക. കരമുയർത്തുന്നവർക്കായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെത്തിക്കുക. എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ചിറ്റാറ് കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. വായിക്കാം. നമ്മുടെ ദൈവം ആശീർവാദത്തിൻ ദൈവമാണോ? അവന്റെ തീ ഉണ്ട്. വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 29 ബൈബിൾ ഇരിക്കുന്നത് യാർ ഓപ്പൺ പെണ്ണ എബ്രായ. അതിനകത്ത് അധികാരം 12 വസനത്തെ വാസിക്കരുത്. 29 കർത്താവിന് അമേരിക്കയുടെ തീ വേണ്ട, ഇറാന്റെ ബോംബ് വേണ്ട, ഇസ്രായേലിന്റെ ക്ലസ്റ്റർ വേണ്ട, ഇന്ത്യയുടെ ബറാക്ക് മിസൈൽ വേണ്ട. അവൻ ആയുധപ്പര തുറക്കാൻ പോവുക. ഒന്നാമത്തെ തട്ട തുറന്നത് സ്ട്രാറ്റോസ്ഫിയർ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ തീ ഉണ്ടോ? വായിച്ചാട്ടെ. എബ്രായർ 12:29 വായിക്കാം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി, വചനം ഏറ്റെടുക്കുന്നവർക്കായി, കുമരി മാവട്ടത്തിൽ ചെയ്തു കൊടുക്കുന്ന ആശീർവാദത്തിന് ദൈവമല്ല, മറുതലിക്കുന്നവരെ ന്യായം വിധിക്കുക ദൈവത്തിന്റെ കയ്യിൽ വടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രി അവസാന ഭാഗം മക്കൾ മത്തായി എടുത്താട്ടെ, ബാക്കി നാളെ. സ്വോത്രം. മത്തായി സുവിശേഷം 7:24-25. ഏവരും ബൈബിൾ എടുക്കാം. 2 കാര്യം കൂടെ പറഞ്ഞ് അരുമയാണ് പാടലെ കൊടുത്ത് അവസാനിപ്പിക്കും. മത്തായി 7:24-25 കുഞ്ഞു വായിച്ചാട്ടെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അടുത്തത് വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. കിടക്കുന്ന ഞാൻ മോള് ബാക്കി മാറ്റല്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. 2 വചനം കേൾക്കാതെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് കൊച്ചുവീടിയും കറക്കി നടക്കുന്ന നീ എല്ലാം വീഴാറായി. അടുത്തത് ആകയാൽ. എത്ര കൺവെൻഷൻ കിട്ടും? അടുത്ത ബാക്കി വായിച്ചിട്ട് മോള്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഫൗണ്ടേഷൻസ്. ഇവിടെ നിന്ന് കള്ളും കുടിച്ച് കറങ്ങുന്നത് ഫൗണ്ടേഷൻ ഇല്ലാത്ത ജീവിതം, അടിസ്ഥാനമില്ലാത്ത ജീവിതം. മണലിന്മേലെ വീട് പണിഞ്ഞ മനുഷ്യനോട് തുല്യൻ. അടുത്തത് വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. കളിയെല്ലാം ചിറ്റാറ് നിന്റെ വീട് വീഴാറായി. അതായി സൂക്ഷിച്ചു. അടുത്തത് അതിന്റെ വീഴ്ച. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവന്റെ കീഴെ പാതാളം. നട്ട തന്നെ പിടിക്കാം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നട്ടയില് നമ്മുടെ ആറിന്റെ തീരത്ത് ഒരു മരം ഉണ്ടായിരുന്നു. 2 കൂട്ടരുണ്ടായിരുന്നു. ആദ്യ 2 ജില്ലകളിൽ കുരങ്ങന്മാര്, അടുത്ത 2 ജില്ലകളിൽ കുരുവി. കുരങ്ങന്റെ വീട്ടിൽ വൈകിട്ട് സീരിയലും സൺ TV പാക്കരുത്. കുരുവിയുടെ വീട്ടിൽ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. മനസ്സിലാകുന്നവർക്കായി. ഒരു ദിവസം ചിറ്റാർ നമ്പർ 1 ഡാം തുറന്നു. ആര് പറഞ്ഞില്ല, മരം ഇങ്ങനെ കുനിഞ്ഞു പോയി. സ്വോത്രം. അങ്ങ് നദിയിലോട്ട് വീഴാറായി. നമ്മുടെ അമ്മച്ചി കുനിയുന്നോലെ. അപ്പൊ കുരുവി പറഞ്ഞ് കുരങ്ങൻ ചേട്ടനോട്, ஐயா நாட்கள் வருவது இந்த மாதிரி தண்ணியை ஷட்டர் திறந்தால்
மரம் வீடுகிறது. அப்போ குரங்க நடைபெற்று கேட்டிருக்குது, அங்கே மரம் வீணா நீ அங்கே போகுது. കുരുവി പറഞ്ഞ തമിഴ് ഭാഷ എനിക്ക് ഇറക്ക ഇരിക്കുന്നത് ചിറക് ഇരിക്കുന്നത് ഞാൻ അങ്ങ് പോകുമെന്ന് മനസ്സിലാകുന്നവർക്ക് ഇതാ സുവിശേഷ യോഗ സ്വോത്രം. ഒരു ദിവസം ജൂലൈ മാസം പെരിയ മഴ. இந்த நாகர்கோவிலோ குமரி மாவட்டத்தோ யாருக்கும் பேசாது. ചിറ്റാർ ഡാം തുറന്നു. നെട്ട ദാണ്ട് ആറ്റിൻ്റെ കീഴിൽ നിന്ന മരം 7 മണിക്ക് കുലുങ്ങാൻ തുടങ്ങി. കള്ളും ബിയറും MDMA അടിക്കുന്ന കുരങ്ങനെല്ലാം കൂടെ താഴ്. പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി മരം വീഴുന്നതിന് മുമ്പ് അതിൻ്റെ നിത്യ വീട്ടിലേക്ക് യാത്രയായി. കരമുയർത്തുന്നവർക്കായി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവൻ്റെ കീഴെ പാതാളം ഒഴിഞ്ഞു പോയി. ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ കാന്തൻ്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി സഹോദര സഹോദരി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ 2 ടിക്കറ്റ് കിടക്കുമാ. നാഗർകോവിൽ അരുമയാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. அங்கே 2 டிக்கெட் இருக்குது. 1 டிக்கெட் ஃப்ளாட் ரூபா. ஆ டிக்கெட்டுக்கு 10 ரூபா. காலையில் 8 மணிக்கு 2 வாலிபர் எங்கே நின்று போயிருக்குது நாகர்கோவில். அங்கே அவருக்கு திருச்சூருக்கு போகணும். அண்ணன் കന്യാകുമാരി മുംബൈ വരും. 8:30 എங்கே വരും? നാഗർകോവിൽ വരും. അപ്പോൾ ഒരു വാലിബൻ ടിക്കറ്റ് എടുത്ത് 10 രൂപ ഫ്ലാറ്റ് പോവും. അവൻ അങ്ങ് ഇരിക്കുന്നത്. മറ്റേ വാലിബൻ തത്കാൽ എഴുതി അവന് തൃശ്ശൂർക്ക് പോകണം. നാഗർകോവിൽ തൃശ്ശൂർ 240 SLR സ്ലീപ്പർ കിട്ടി. ടിക്കറ്റ് SLR S324. கொஞ்ச நேரம் பார்த்துருக்குது. ஒரு அனௌன்ஸ்மெண்ட் வருது. यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर फ्लैट में आएगा. അരുമയാണ് ഒരു അനൗൺസ്മെന്റ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത വണ്ടി 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. 2 പേര് നങ്ക വാലിബൻ ചിറ്റാറിന് ഒരുവൻ പോയി ജോമോൻ. അവൻ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ജോസ് ഇരിക്കുന്നത് 240 ടിക്കറ്റ്. ട്രെയിൻ വന്ന് നിർത്തി ഇരിക്കുന്നത് S324 അവർ കയറാൻ പോയി. ആദ്യം പോയത് ജോമോന. അവൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. அந்த டிக்கெட்டு காணதை டிடி പറഞ്ഞ ஐயா இது வந்து டீ சாப்பிடுறதுக்கு டிக்கெட்டு, ட்ரெயினை கயறக்கூடாது. பிறகு ஜோஸ் வந்திருக்குது. அவன் கையில் தத்கால் டிக்கெட்டு SLR 3 சீட் நம்பர் 24. அவர்கிட்ட பேசியிருக்குது, ஐயா உன் சீட் இங்கே இருக்குது. இந்த அருமையான நல் செய்தி கூட்டம் நாட்களாய் சிറ്റാറ് கேட்டுட்டு தாயே தகர்ப்பரே தம்பி தங்கச்சி கைக்குள்ள பிளாட்ஃபார்ம் டிக்கெட் இருந்தால் നീ അക്കരെ കയറക്കൂടാതെ. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയവൻ ഒരു ഉറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറാ. ഇന്ന് രാത്രി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ തുറക്കാൻ കാലമായി. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തിയായി. കാൽവറി മല കേട്ടാട്ടെ. ഒരു കാര്യം കൂടെ പറയും, പാട്ട് പാടും. കാൽവറി മല 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ദേവ ആട്ടുംകുട്ടി നമുക്ക് വേണ്ടി പരമയാഗമായി. എല്ലാവരും കേട്ടിരിക്കുന്നത്. അവനെ ക്രൂശിനകത്താക്കി 2 പേരെ ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാർ. പെന്തിക്കോസുകാരെല്ലാം കേൾക്കാൻ വേണ്ടിയാ സ്വോത്രം. അപ്പോൾ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ നോക്കി. യഹൂദന്മാരുടെ രാജാവ് അവൻ കേട്ടിരിക്കുന്നത് യേശുപ്പാവുക്ക് നിങ്ങ കീഴെ ഇറങ്ങി നങ്കയും കൂടെ ഇറക്കാം സ്വോത്രം. അപ്പം മറ്റവൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്താ പറഞ്ഞ്? 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. സ്വോത്രം. നമ്മൾ യെരൂശലേം മുഴുവൻ കുത്തി തുറന്ന് നാട്ടുകാരെയും തട്ടി. അത് പറഞ്ഞതിന് ശേഷം അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി, തായേ തകർപ്പരേ ഒരു കാര്യം അവന് പെരിഞ്ച്. അത് താൻ വെളിപ്പാട് അവന് പിടികിട്ടി. ഇങ്കയവൻ തീർന്നാലും ഉലകത്തെ ഭരിക്കാൻ ഒരു രാജാവായി അവൻ മടങ്ങി വരും. ആരാ? കൽവാറി സിൽവയില് ആ കള്ളൻ എന്നാ പേശിയിരിക്കുന്നത്? യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വാക്ക, ഈ പാപിയായ എന്നെയും ഓർക്കണമേ. രാത്രി കരമുയർത്തുന്നവർക്കായി ഞങ്ങളെപ്പോലുള്ള പെന്തിക്കോസുകാരാന്നേ പറഞ്ഞ PC-നാക്കി പ്രസംഗിക്കണം, അമേരിക്കയിൽ വിടണമെന്ന്. ഒറ്റ വേട അവൻ പറഞ്ഞോളൂ. വീട് വേണമെന്നല്ല, കളിയലി എസ്റ്റേറ്റ് വേണമെന്നല്ല, ചെന്നൈ ഫ്ലാറ്റ് വേണമെന്നല്ല. ഒരു വേട അമ്മാമ അവനെ നിത്യതയിലെത്തിച്ചത് പാപിയായ എന്നെ ഓർക്കണമേ. இந்த ஒலி பக்கத்தில் இந்த கன்வென்ஷன் கூட்டங்களில் யார் இந்த அருமையான செய்தியை கேட்குது? தாயே தகர்ப்பரே தம்பி தங்கச்சி நீ எங்க கூட போகாது. ഇന്ന് രാത്രി കരത്തെ തൂക്കി കൽവാറി സിൽവയിലെ കള്ളൻ പേസുക മാതിരി ഞാനൊരു പാപി എന്ന് പറഞ്ഞാൽ നിന്റെ പഴയ പാപത്തെ ഓർക്കാതെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല രക്ഷകൻ പ്രാണനെ വിടുന്നതിന് ഒരു വാക്ക് പറഞ്ഞു, ഇനി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കാ இந்த அருமையான கூட்டம், நல்ல காலாவஸ்தா,
அப்பா அம்மா தம்பி தங்கச்சி இங்க வரണ്ട எங்க போக கூடாது ஒரு வாக்கு நல்செய்தி கூட்டത്തിൽ പറ ഈ പാപിയായ എന്നെയും കൂടെ ഓർക്കണമേ നിന്റെ പേര് നിത്യതയുടെ കവാടത്തിൽ ചേർക്ക് നിത്യതയുടെ കവാടത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി വചനമേറ്റെടുക്കുന്നവർക്കായി ഒറ്റ സാക്ഷ്യം ആരാധനയിലേക്ക്